വടുകാസ് കുറുമ്പാസിലേക്ക് വരുമ്പോൾ കുറുമ്പാസിന് ചേട്ടൻ എന്നാണ് വിളിക്കുക, വടുകാസ് അണ്ണൻ എന്ന് വിളിക്കുള്ളൂ. അതായത് അത്രയ്ക്കും ആഴത്തിലുള്ള ഈ സങ്കല്പന ബന്ധം ഇവർക്കുണ്ട്. ഇവൻ ചേട്ടനാണ് എപ്പോഴും കുറുമ്പാസ്, വടുകാസ് ചെറിയവനാണ്. അപ്പോൾ വടുകാസ് വരുമ്പോൾ ഊരിലുള്ള എല്ലാവരുടെയും കാല് പിടിക്കണം. കുറുമ്പാസിയുടെ മുറുകാസിൻ്റെ കാല് പിടിക്കും വടുകാസ്. അതായത് ഞാൻ വന്നു എന്നുള്ളത് പണ്ടത്തെ ഒരു എന്താ പറയുക, അത്രയ്ക്കും ബന്ധം ഇവർക്കുണ്ട്. എത്രയോ കാലത്തിനപ്പുറത്ത് ഉള്ള ബന്ധം ഇവർക്കുണ്ട്. അതൊരു ഏകദേശം 30 വർഷത്തിനപ്പുറത്ത് വരെ അവർ തമ്മിലുള്ള ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അടർന്നു പോയെന്നുള്ളതാണ്. വന്നിട്ട് രോഗ്യം പറഞ്ഞ് വടുകാസ് ഒരു കമ്പിളി എന്തെങ്കിലേക്ക് വന്ന് ആ ദിവസം കൊടുത്തിട്ട് അത് പുണ്യം എന്നുള്ള രീതിയിൽ കാണും ആ ദിവസം. കാരണം മുണ്ടോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആ ദിവസം, കിട്ടാനില്ല. അപ്പോൾ അവൻ എന്താണോ കൊടുക്കുന്നത് അത് സ്വീകരിക്കും. അങ്ങനെ കാരണം എന്താ വെച്ചാൽ ഡ്രസ്സുകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പുതപ്പെങ്കിൽ പുതപ്പ്, മുണ്ടെങ്കിൽ മുണ്ട് കിട്ടുന്നത് അവൻ്റെ നിന്ന് വാങ്ങിക്കും. എന്നിട്ട് അവൻ ഈ കണ്ട കഥകളൊക്കെ പറഞ്ഞ് ചേട്ടൻ്റെ അടുത്ത് വന്നു, ഇനിയിപ്പോൾ ഞാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് നല്ല കാര്യത്തിലൊക്കെ പറഞ്ഞ് ഒരു കോഴിയൊക്കെ പിടിച്ച് പോവും വടുകാസ്. ആ ഒരു ബന്ധം, കൂട്ടുബന്ധം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇന്ന് പറഞ്ഞില്ല. പക്ഷെങ്കിൽ കുറുമ്പാസിനോട് അതൊക്കെ അന്വേഷിച്ചാൽ എല്ലാവർക്കും പക്ഷെ അറിയില്ല. മുതിർന്നവരെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരുള്ളൂ. ഈ വടുകാസിന് അവർക്ക് ഈ പണിയന്മാരായിട്ടുള്ള ബന്ധമുണ്ട്. ഇങ്ങനെ ഈ ഐറ്റംസുകൾ പണിയുന്നവരായിട്ടുള്ള ബന്ധം. അവർ ടൗൺ ഏരിയകളിലേക്ക് താമസിക്കുന്നവരാണല്ലോ. ഞങ്ങൾ കാടുകളിൽ താമസിക്കുന്നവർ. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു രൂപങ്ങളില്ല, കത്തിലോ കോടയിലില്ല, ഈ ഒരു ഐറ്റംസുകളും ഇല്ല. ഞങ്ങൾ മുള ഈ കല്ലിൽ ചൂടാക്കിയിട്ട് മുള കൊണ്ട് തീ പിടിപ്പിക്കുന്ന ഒരാളുകളായിരുന്നു ആ ദിവസം. അങ്ങനെ തീയെ നിലനിർത്തുമായിരുന്നു. തീപ്പിട്ടിയെന്ന് പറഞ്ഞ സാധനമില്ല. ഓട ഉണ്ട്, ഈറ്റ കൊണ്ട് മാത്രം കല്ലിൽ ഒരച്ചിട്ട് തീ കത്തിക്കും. ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ലാതെ ഈ ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല. ഇതൊന്നും സാധനം കിട്ടാനില്ല. കാരണം ഞങ്ങൾ കാട്ടിലാണല്ലോ. എന്നിട്ട് ഇവർ വർഷത്തിലൊരിക്കലും വടുകാസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തീപ്പെട്ടി എന്തെങ്കിലുമൊക്കെ സാധനം ഇവർക്ക് കൊണ്ടുവന്ന് കൊടുക്കും, ആയുധങ്ങൾ. അങ്ങനെയാണ് ആയുധങ്ങളായിട്ട് മാറിയത് ആദിഷ്ടയിൽ. വാകത്തിയായിട്ടും പിന്നെ പലതും അങ്ങനെ തല ചെയ്യുന്ന ചേർപ്പടക്കം അവർ കൊണ്ടുവന്ന് തരുന്നതാണ്. അതിൻ്റെ പേര് കോരിക്കെന്ന് പറയും. ഈ മുള്ളു പോലത്തെ സാധനം നമ്മൾ നേരത്തെ കിടന്ന അതിൻ്റെ പേര് കോരിക്കെന്ന് പറയും. അത് തല ചീവാനുള്ള സാധനമല്ല, അതിങ്ങനെ ഇരിക്കാതെ വേണ്ടി പണിഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനൊന്ന് വിടർത്തി വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. സ്ത്രീകൾക്കുള്ളതാണ്. ചീപ്പ് എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾക്ക് കിട്ടാനില്ല. പിന്നെ വന്നാണ് ചീപ്പൊക്കെ. പിന്നെ പൊട്ടുകുത്തലൊന്നുമില്ല. ഞങ്ങൾ എങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. എങ്ങോട്ട് പോകുന്നില്ല. ഞങ്ങൾക്കറിയില്ല നാടുണ്ടോ, നാട്ടിൽ ആളുകളുണ്ടെന്നതിനെ പറ്റി ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ കാട്ടിലുള്ളവരാണ്. ഞങ്ങൾക്ക് കാട്ട് കിഴങ്ങുണ്ട്, ഞങ്ങളുണ്ട്, കാട്ടിലുള്ള മൃഗമുണ്ട്. ഇതല്ല, ഇതിനപ്പുറത്ത് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഇതാണ് ഞങ്ങളുടെ പണ്ടത്തെ ഒരു ജീവിത രീതികൾ. വടുകാസിൻ്റെ ഇത് അന്വേഷിക്കേണ്ടതായിട്ട് വരും. വടുകാസുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ടി വരും ചിലപ്പോൾ. പിന്നെ ഞങ്ങൾ അതുകൊണ്ടാണ് ഇത്രയും മൃഗവും ഞങ്ങളായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ടാണ് ഏതൊരു മൃഗമാകട്ടെ, എലി മുതൽ എലിയാകട്ടെ, പക്ഷിയാകട്ടെ, മറ്റു മൃഗങ്ങളാകട്ടെ, കൃത്യമായിട്ടുള്ള അതിൻ്റെ റൂട്ടുകൾ അതിന് ഉണ്ട്. കുരങ്ങിനെയാണെങ്കിൽ ശരി, അതിന് വേറെ റൂട്ടുകളില്ല, ഒറ്റ റൂട്ട് തന്നെ ഉള്ളൂ. റൂട്ടിൽ കൂടെ പോകും, ഒറ്റ റൂട്ടിൽ കൂടെ വരും. അത് ഏത് മരത്തിൽ കൂടിയാണ് ഇറങ്ങി വരുന്നത് എന്നുള്ള കൃത്യമായിട്ട് ഈ ആദിവാസികൾക്കറിയാം. പ്രത്യേക റൂട്ടുണ്ട്. ആനയ്ക്ക് ഒരു റൂട്ടാണെങ്കിൽ കുരങ്ങിന് ഒരു റൂട്ടുണ്ട്, പുലിക്കും ഉണ്ട് അതുപോലെ റൂട്ടുകൾ. വേറെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ ഓടി പാഞ്ഞ് പോവില്ല. അത് കൃത്യമായിട്ട് ആദിവാസികൾക്കറിയാം. അത് എലിക്കും ഉണ്ട് ഒരു റൂട്ട്, അത് ഏതൊരു ജന്തുവിനുണ്ട് ഒരു കൃത്യമായിട്ടുള്ള റൂട്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഇത്ര അടുത്തേക്ക് പോകാവുള്ളൂ, ഇതിനപ്പുറത്തേക്ക് പോകാൻ പാടുന്ന ഒരു കണക്കുണ്ട്. അന്നേരം മറ്റുള്ള കുരങ്ങാണെങ്കിൽ തന്നെ ശരി, ഒരു പരിധി ഉണ്ട് അതിന്. ഇത്ര കിലോമീറ്റർ എന്നോ ഇത്ര ഏക്കർ എന്നുള്ള കണക്കുകളൊക്കെ ഉണ്ടായിന്. അതിനപ്പുറത്തേക്ക് ഉള്ള കുരങ്ങ് സമ്മതിക്കില്ല.
കടിച്ചു കയറും, ഇതിനൊറ്റ വിടില്ല ഇങ്ങോട്ട്. അങ്ങനെയുള്ളൊരു ഇത് അതിനുമുണ്ട്, ഇത് മൃഗങ്ങൾക്കുണ്ട്. ആനയ്ക്കും അങ്ങനെയാണ്. ആനയ്ക്ക് ഇത്ര ഇന്നടുത്തുള്ള ആനയ്ക്ക് വേറൊരു ഇടത്തേക്ക് ചെന്നാൽ ആന സമ്മതിക്കില്ല. ഏതൊരു മൃഗത്തിനും അതുപോലുള്ള ഇതുകളുണ്ട്. അത് കൃത്യമായിട്ട് ആദിവാസികൾക്കറിയാം. കാരണം അവരും നമ്മളുമായിട്ടുള്ള കൃത്യമായി അത്രയും ബന്ധമുള്ളത് കൊണ്ടാണ്. കുരങ്ങുമായിട്ടുള്ള നല്ല ബന്ധമുണ്ട്, ആനയായിട്ടുള്ള ബന്ധമുണ്ട്. പണ്ടൊക്കെ ആന ഞങ്ങളായിട്ടൊക്കെ ഒരുമിച്ച് ജീവിച്ചിരുന്നെന്നൊക്കെയാണ് പറയുന്നത്. അതായത് അതിൻ്റെ ഒരു ഉദാഹരണം, ഇവിടെ മുദ്ദമൂപ്പൻ ഈ ഇടയ്ക്ക് മരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന കാലത്ത് വാശി പിടിച്ചിട്ട് ഉദ്യോഗസ്ഥന്മാർ, ഇതുപോലെ തന്നെ പുറത്തുള്ള മലയാളി ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞു, മുദ്ദമൂപ്പൻ പറഞ്ഞു, ഞാൻ ആനയ്ക്ക് കാട്ടുവള്ളി കഴുത്തിലിടുന്നത് കാണണമെന്ന് ചോദിച്ചു ഉദ്യോഗസ്ഥന്മാരടുത്ത്. നാട് റോഡിൽ കാട്ടാന നിൽക്കുകയാണ്. അപ്പോൾ കാട്ടുവള്ളി എടുത്തിട്ട് പോയി കഴുത്തിലിട്ടു, കാണിച്ചു കൊടുത്തു. അപ്പോൾ ആനയ്ക്ക് ഒരു വിഷയമല്ല. അപ്പം അങ്ങനെ അത് ചരിത്രം തെളിയിച്ച ഒരു വിഷയമാണത്. അങ്ങനെ ഇന്ദിരാഗാന്ധി പോലും വിശ്വസിച്ച് ഇന്ദിരാഗാന്ധി കൊണ്ടുപോയത് മുദ്ദമൂപ്പനെ ഡൽഹിയിലേക്ക്. അദ്ദേഹം മരിച്ചിട്ട് ഒരു 2-3 വർഷമാകുന്നുള്ളൂ മുദ്ദമൂപ്പൻ. അപ്പം അത്രയ്ക്ക് ബന്ധങ്ങളുണ്ട്, മൃഗങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. ഇന്നത്തെ മൃഗമായിട്ട് ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ ഇന്നത്തെ മൃഗം നമ്മളെ തിരിച്ചടിക്കും. മാത്രമല്ല മൃഗത്തെ ഞങ്ങൾ ഉപദ്രവിക്കില്ലല്ലോ. അതാണ് അതിൻ്റെ മെയിൻ വിഷയം. മൃഗത്തെ നമ്മൾ തെറ്റ് പറയില്ല. പുലിനെ എന്നും ഞങ്ങൾ ഒരു ദൈവമായിട്ട് കാണുന്നു, ആനയെ ദൈവമായിട്ട് കാണുന്നു. പക്ഷി മൃഗങ്ങൾ എല്ലാത്തിനെയും ഈ ദൈവമായിട്ട് കാണുന്നു. ഉപദ്രവിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യാറില്ല, പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മരത്തെയും ഇതുപോലുള്ള വലിയ വലിയ കല്ലിനെയും ഒക്കെ ഞങ്ങൾ കുറ്റം പറയാറില്ല, പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു സങ്കല്പമാണ്. സങ്കല്പം ഒരു ദൈവ വിശ്വാസികളാണ് ഞങ്ങൾ അതിനോട് ബന്ധപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ആന പോലും ഈ ആദിവാസിയെ കണ്ടപ്പോൾ തിരിഞ്ഞു പോലും നോക്കാതെ മിണ്ടാതിരുന്നതെന്ന് തോന്നുന്നുണ്ട്. അത്തരം ഒരു സങ്കല്പം ഇല്ലെങ്കിൽ ആ ഒരു ഇതുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ഇല്ലെങ്കിൽ എന്തായാലും ഒരു മനുഷ്യൻ ഒരു കാട്ടാനേനെ കണ്ടപ്പോൾ, കാട്ടാനയുടെ കഴുത്തിൽ കാട്ടുപള്ളി ഇട്ടപ്പോൾ ഒന്നും ചെയ്യാതെ വെച്ചതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്കതൊന്നും അറിയില്ല. ഇത്തരം ഇത് വിശ്വാസം ഉള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്ന് തോന്നുന്നുണ്ട്. ആദിവാസി ഭാഷയിൽപ്പെട്ടതല്ല. ബലി എന്ന് പറയുന്ന ഒരു പുതിയ ഭാഷയാണ്. ഞങ്ങൾക്ക് യോജിച്ച ഭാഷ അല്ല, അത് പുതിയ കൾച്ചറാണ്. ഹിന്ദു കൾച്ചർ. അതെ, ഹിന്ദു കൾച്ചർ അതിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ ഇതിനകത്ത് കണ്ടതുപോലെ ഒരു പുതിയ സംസ്കാരം അതിനകത്തേക്ക് ഉടലെടുക്കുന്നുണ്ട്. അത് എന്താ പറയാ, തമിഴ് കൾച്ചറാണത്. ബലി അർപ്പിക്കുക, അത് മലയാളത്തിലാണ് ബലി അർപ്പിക്കുക എന്ന് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ, അല്ലേ? ബലി അർപ്പിക്കുക ഈ ഹിന്ദുക്കളുടെ ഇടയിൽ, അല്ലേ? അമ്പലത്തിൽ എന്തോ കോഴിനെ വെട്ടേ ആടിനെ വെട്ടേ അങ്ങനെയുള്ളൊരു എന്തോ രീതിയിലാണ് ഈ ബലി അർപ്പിക്കുക എന്ന ഭാഷ പോയിന്റ് വരുന്നത്. ഞങ്ങളുടെ ഇടയിൽ അത് വരുന്നില്ല. ഞങ്ങൾക്ക് ആടിനെ വെട്ടും കോഴിനെ വെട്ട് എന്നുള്ള കൾച്ചറില്ല. ഞങ്ങളെ അടിച്ചേൽപ്പിച്ച ഒരു കൾച്ചറാണത്, ആടിനെ വെട്ടലൊക്കെ. തമിഴ് കൾച്ചറിൽ നിന്ന് ഞങ്ങൾക്ക് പോകുന്ന ഒന്നാണിത്. അങ്ങനെയാണ് അവർ വേലൊക്കെ കൊണ്ടു തന്നിരിക്കുന്നത്. വേല്, ഈ 3 ഇതുപോലുള്ള സാധനങ്ങൾ. ചൂല. ഈ ചൂല ഞങ്ങൾക്കുള്ളതല്ല, ഞങ്ങളുടേതല്ല. അത് അവര് ശിവന്റെ ഹിന്ദു ഇതാണ്. അതെ, അവര് ഞങ്ങൾക്ക് കൊണ്ടു തന്നിരിക്കുന്നത്. ആദ്യം മുടുകരും കുറുമ്പരും ആദ്യം ആരാധിച്ചിരുന്ന മല്ലീശ്വരനാണ്. കല്ലിനെ മാത്രം, മല്ലീശ്വരൻ എന്നുള്ളതല്ല. കല്ല്, വെള്ളം, കല്ലും വെള്ളവും, മൃഗങ്ങള്, മരം, ചന്ദ്രൻ, സൂര്യൻ, ഇതിന് മാത്രമാണ്, വേറെ ഒന്നിനുമില്ല. വേറെ ഒരു ഇതിനും ഇല്ല. എങ്ങനെയാ ഈ ഹിന്ദു കൾച്ചർ ഉള്ളിലേക്ക് വന്ന അത് ആൾക്കാർ കുടിയേറ്റക്കാരുടെ ഈ തമിഴ്നാടിൽ നിന്ന് ഓരോരുത്തർ കുടിയേറ്റം തുടങ്ങി.
അപ്പോൾ അവിടെ നിന്നുള്ള കൾച്ചറാണ് ഈ സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ചത് ഞങ്ങൾ. അപ്പം അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഈ ഒന്ന് മല്ലീശ്വരൻ, അതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ ഒരു അമ്പലമുണ്ട്, അവിടെ കല്ല് മാത്രമേ ഉള്ളൂ. ഈ കല്ല് എല്ലായിടത്തും കാണാം, എല്ലാ ആദിവാസികളുടെ ഇതിലും ഉണ്ട്, കല്ലുണ്ട്. പക്ഷേ അതിൻ്റെ ഇപ്പോൾ പുതിയ കൾച്ചർ വന്നപ്പോഴത്തേക്ക് അതിന് തൊട്ടടുത്തൊരു ശൂലം ഇല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇത് കാണുന്നുണ്ട്. അത് 50-70 വർഷം, ഏകദേശം 200 വർഷത്തിനിടയിൽ വന്നൊരു കൾച്ചറാണത്. ചുരുക്കം പറഞ്ഞാൽ 50 വർഷത്തിനിടയിലാണ് കൂടുതലും ഇത് വ്യാപിച്ചിരിക്കുന്നത്. അതിനു മുന്നേ കല്ലിനെ മാത്രം ആചരിക്കുന്നവരുണ്ടായിരുന്നത്. ഏകദേശം 50 വർഷത്തിന് ഇപ്പുറത്താണ് കൂടുതലും ഈ മറ്റു കൃഷ്ണനെയും അതുകൊണ്ട് പലതിനെയും ഇങ്ങനെ ആചരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഈ കല്ലിനെ ബന്ധപ്പെട്ടുള്ള പാട്ടുകളും ആദിവാസികളുടെ ഇടയിലുണ്ട്, വെള്ളത്തെ ബന്ധപ്പെട്ടുള്ള പാട്ടുകളുണ്ട്, സൂര്യനെ ചന്ദ്രനെ ബന്ധപ്പെട്ടുള്ള പാട്ടുകളുണ്ട്. പാട്ടുകൾ മറക്കാണ്ട് വെച്ചുള്ളവരുണ്ട്. ആ പാട്ടുകൾ നമുക്ക് കിട്ടണം. അതെ, കഥകളുണ്ട്, കഥകൾ നീണ്ട കഥകളും ഉണ്ട്, ഷോർട്ട് ഈ കടങ്കഥകളും ഉണ്ട്. ഇത് നമുക്ക് കിട്ടണം, ശേഖരിച്ചെടുക്കണം. ഇതിനകത്താണ് മെയിനായിട്ടുള്ളത്. ഞാനത് ഈ വെള്ളത്തെ ബന്ധപ്പെടുത്തി പാൽത്തായ് എന്ന് പറയും. പാൽത്തായ് എന്നാണ് പറയുക ഈ ഭൂമിയെ. തായ് എന്ന് പറഞ്ഞാൽ അമ്മ എന്നാണ് ഞങ്ങൾ അതിന് ഞങ്ങളുടെ വിശ്വാസം, ഭൂമിയെ. അപ്പം അതിന് ഈ 7 അണ്ണന്മാരുടെ കഥകളുണ്ട്. പിന്നെ 7 അണ്ണന്മാർ 7 അനിയത്തിമാരുടെ ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബത്തിൽ ഇങ്ങനെ ഒരുപാട് അങ്ങനെ ഒരു കഥകളുണ്ട്. അത് എൻ്റെ അമ്മയാണ് കൃത്യമായിട്ട് അത് പറയും. ഒരു 4-5 നല്ല ഫസ്റ്റ് കഥകൾ ഉണ്ട്. ഇങ്ങനെ വെള്ളം കിട്ടാതെ വരുമ്പോൾ ഈ ഒരു കുട്ടീനെ ഉപേക്ഷിച്ച് കൊടുക്കുകയാണ് വെള്ളത്തിന് വേണ്ടിയിട്ട്. കുട്ടി താന്ന് പോവുകയാണ്, വെള്ളം കൊണ്ടുപോവാണ് കുട്ടീനെ. അത്ര നല്ല കഥ പോലെയുള്ളൊരു കഥകളുണ്ട്. ഒരുപാടുണ്ട് കഥകൾ, പലതിനെ ബന്ധപ്പെടുത്തിയുള്ള കഥകളുണ്ട്. തേനിനെ ബന്ധപ്പെടുത്തി പാട്ടുണ്ട്, കഥകളുണ്ട്. മരത്തെ ബന്ധപ്പെടുത്തിയുള്ള പാട്ട് അല്ല, പലവരുടെ ഇതിലാണ്. ഓരോരുത്തരായിട്ടുണ്ട്, കൂട്ടമായിട്ടുള്ളതും ഉണ്ട്. പലരും പഠിക്കാൻ ശ്രമിക്കുന്നില്ല, എങ്കിൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചവർക്ക് കുറച്ചുകൂടെ കൂടുതൽ പാട്ടുകളും കഥകളും അറിയാം. ഒരുപക്ഷെ അറിയില്ല, ഒരുപക്ഷെ ആ ചെറുപ്പക്കാലത്ത് അതെ അന്നത്തെ കാലത്ത് ഒരുപക്ഷെ അദ്ദേഹം പഠിക്കാൻ പോലും താല്പര്യപ്പെടില്ല സ്വന്തമായിട്ടുള്ള കൾച്ചറിന്. അതനുസരിച്ച് ഒരു 40 വയസ്സുള്ള ഒരു വ്യക്തിയോട് ചോദിച്ചാൽ ചിലപ്പോൾ അത്തരം കാര്യങ്ങളെപ്പറ്റി ഇയാൾ പഠിച്ചിരിക്കും. ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട്. അത് എന്നും പറഞ്ഞ പോലെ തന്നെ ഞാനും പലയിടത്തേക്ക് പോയി പല മൂപ്പന്മാരുടെ അടുത്ത് നിന്നും ഈ തെയ്യം കൂട്ടി കഥകൾ പറയുമ്പോൾ ആ കഥ ഞാൻ കേൾക്കുന്നതിന് വേണ്ടി മാത്രം പോയിരിക്കും. കാരണം അതിനോട് താല്പര്യമുള്ളത് കൊണ്ട്. ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞത് ഇതിനോട് താല്പര്യമുള്ളത് കൊണ്ടാണ്. ഇനി വേറെ ആരും ഇത് പറയില്ല. ഞാൻ പലരും ഇന്നിങ്ങനെ കേട്ടും പഠിച്ചുള്ളത് കൊണ്ട്. പിന്നെ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ നല്ല കഥകൾ അറിയാം. കഥകൾ വരുന്നുണ്ട്, അത്ര നല്ല കഥകൾ. അതൊക്കെ വേണം നമ്മൾ എടുക്കാനായിട്ട്. നമുക്ക് ഒരു ദിവസം ഞായറാഴ്ച ദിവസം പോയിട്ട് നാളെ മിക്കവാറും ചിലപ്പോൾ അവരുണ്ടാവും. അപ്പോൾ നമുക്കത് എടുക്കാം. മീൻ പിടിക്കലെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ബഡ്ഗാസ്, നമ്മൾ കുറുമ്പ ബഡ്ഗ, മുടുക, കുറുമ്പ, ബഡ്ഗാസ് ഇങ്ങനെയുള്ള ബന്ധമുണ്ട്. ഈ ബന്ധം ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടുള്ള ആളുകൾ ബഡ്ഗാസിൻ്റെ ഇടയിൽ ഉണ്ട്, നമ്മുടെ ആളുകൾ. അപ്പോൾ ഈ ബന്ധം അവിടെ പോയിട്ട് അന്വേഷിക്കേണ്ടി വരും. അതെ, മൂത്ത ആളുകളോട് എങ്കിലും യഥാർത്ഥ വിഷയത്തെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ആളുകളുണ്ട് അവിടെ, പുറക്കുന്നുണ്ട്, അവിടെ ഉണ്ട്. നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ പോകാം. ഞാൻ പോയിട്ട് ഒരു 4-5 വർഷം മുന്നേ പോയതാണ്. അവിടെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്, ഊട്ടിയിലേക്ക്. ഇനിയിപ്പോൾ ഇതേ വിഷയത്തെ ബന്ധപ്പെടുത്തി തന്നെ ഒന്നുകൂടെ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഒരുപാട് ഊരുകൾ ആ ഭാഗത്തേക്ക് എനിക്ക് പോകണമെന്ന് ഉദ്ദേശിക്കുകയാണ്. പിള്ളങ്കിറ്റ ഒരു വർഷത്തോടെ കഴിഞ്ഞാൽ
അതിന് അത്യാവശ്യം സാമ്പത്തികം തന്നെ വേണം. അതിപ്പോൾ റിസർച്ച് സെൻ്റർ ഉണ്ടല്ലോ, ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ശേഖരിച്ച് ഇങ്ങനെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് ഞാൻ പറയുന്ന പോലെ പോലും ആരും പറയില്ല. കാരണം അതിന് പഠിക്കാൻ ശ്രമിക്കുന്നില്ല. ഇല്ലെങ്കിൽ അതാണ് വിഷയം. ഞങ്ങളുടെ ഇടയിലുള്ള വിഷയം അതാണ്. ആരും പഠിക്കാൻ ശ്രമിക്കുന്നില്ല പണ്ടത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ബന്ധപ്പെടുത്തി. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ എന്താവോ, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പോലും വിദ്യാഭ്യാസപരമായിട്ട് പോകുന്ന കുട്ടികൾക്ക് പോലും അതിനോട് താല്പര്യമില്ല. ഒരു +1 +2 പഠിച്ചിട്ട് അവനൊരു അന്തോല് കുന്തോലെത്താൻ ഇങ്ങനെ നടക്കുകയും ചെയ്യും. ജോലിക്ക് വേണ്ടി ശ്രമിക്കില്ല. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇവൻ ഒരുപാട് പടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ സ്വാഭാവികമായിട്ട് കഞ്ചാവ് വലിക്കാൻ തുടങ്ങും, അന്ധകനായിട്ട് മാറിപ്പോകും. ഈ ആദിവാസി ഇടയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എല്ലാ ഊരുകളിലും ഉണ്ട് മെൻ്റൽസ് ഉള്ള ആളുകൾ. അറിവില്ലായ്മയാണ് പോക്കന്നെ. പിന്നെ ഇന്നിപ്പോൾ എസികളായിട്ട് മാറിയിരിക്കുകയാണ്. ആദിവാസികൾ കാര്യമായിട്ട് ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. വളരെ തുച്ഛമായ ആളുകൾ അടിച്ചിട്ടുണ്ട്, എല്ലാവരും അടിച്ചിട്ടില്ല. തിരിച്ച് അടിച്ചിട്ടുമുണ്ട് ആദിവാസികൾ, സായിപ്പ്മാരെ. ആദിവാസികൾക്കിട്ട് അടിക്കുമ്പോൾ ആദിവാസികൾ തിരിച്ചടിച്ച് ഓടിച്ചു വിട്ടിട്ടുണ്ട്. സ്വയരക്ഷയ്ക്ക് പിന്നെ രണ്ടാമത് കോട്ട വെച്ചൊക്കെ തൊടിക്കലുണ്ടാക്കി അങ്ങനെ അവിടെ താമസിക്കുകയത്. ആദിവാസികൾ തന്നെ ഭക്ഷണം കൊടുത്ത് സായിപ്പ്മാരെ പോറ്റി ഇരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട് അവർക്ക് താമസിക്കാൻ പറ്റിയത്. അടിയിലേക്ക് വലിയൊരു ഇത്രയും പോകുന്ന കുഴയില് തരംഗം വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ വലിയ സജ്ജീകരണം ഉണ്ടോ എന്നതിനെ പറ്റി അറിയില്ല. പക്ഷെ ക്വാർട്ടേഴ്സ് ഇപ്പോഴും ഉണ്ട്. ആ ക്വാർട്ടേഴ്സ് കോട്ട ചെറിയൊരു വീട്, ഇതുപോലത്തെ ഒരു വീട് മാത്രം, ഓടിട്ട വീട്. പക്ഷെ അവിടെ ഇന്നും സായിപ്പ്മാർ, ലേഡീസ്, അവരിലേക്ക് പലരും വരുന്നുണ്ട്, അവിടെ വന്ന് താമസിക്കുന്നുണ്ട്. ഇവിടെ തൊടിക്കില്ല. ഞാനും ഒരു ദിവസം പോയിട്ട് അങ്ങനെ ഇവരെ കോർക്കൊന്തയിലേക്ക് കടത്തി വിട്ടിട്ടുണ്ട്, വഴി കാട്ടി കടത്തി വിട്ടിട്ടുണ്ട്. ഈ സായിപ്പ്മാര് ഇപ്പോഴും വരുന്നുണ്ട്. സായിപ്പ്മാര് ഞങ്ങൾക്ക് അന്ന് 200 250 കൂലി വെച്ച് തരും. ഇവരെ വഴി മാത്രം കാണിച്ചു കൊടുത്താൽ മതി അപ്പുറത്തെ വീട്ടിലേക്ക്. അത് ആദിവാസികൾക്കല്ലേ വഴി അറിയുള്ളൂ. അപ്പം അങ്ങനെ വഴി മാത്രം കാണിച്ച് കൊടുത്താൽ ദിവസം 200 300 വെച്ച് തരുന്നു സായിപ്പ്മാർ. അത് എല്ലാ വർഷവും ഉണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. അത് എല്ലാ വർഷവും വന്ന് താമസിക്കുന്നുണ്ട് അവിടെ. പിന്നെ അതിനടിയിൽ എന്തെങ്കിലും കൊണ്ടുവന്നതിനെ പറ്റി അറിയില്ല. പിന്നെ എൻ്റെ ഒരു നിഗമനം വെച്ച് നോക്കുമ്പോൾ വലിയൊരു മലയുടെ മുകളിൽ ആദിവാസിയുടെ രൂപത്തിൽ ഒരു സ്ത്രീ ഒരു കൊച്ചിനെടുത്തിരിക്കുന്ന ഒരു പാകം ഇങ്ങനെ, പിന്നെ ഭർത്താവ് കോടാലി എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഒരു പാകം. ഇത് രണ്ടും നന്നായിട്ട് കാണുന്ന ഒരു ചിത്രമുണ്ട്. പാറ കൊണ്ട് തന്നെ കൊത്തി വെച്ചിരിക്കുക സായിപ്പ്മാരെ. സായിപ്പ്മാരാണോ ആരാണോ കൊത്തി വെച്ചിട്ട് ആരാണോ പറ്റി ഒരുത്തർക്കും ഒരു പിടുത്തമില്ല. പക്ഷെ ആ ഒരു ഇത് ഉണ്ട്, ശില്പമുണ്ട് അവിടെ വലിയൊരു മലയുടെ മുകളിൽ. അത് കൃത്യമായിട്ട് കാണാം. ആദിവാസികൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ ഉണ്ട്. അതായത് ഒരു വയറുവേദന ഉണ്ടാവുന്നോ എന്നുള്ളൊരു വിശ്വാസമുണ്ട് അവിടെ ചെന്നാൽ. ഇനിയിപ്പോൾ അവിടെ എങ്ങനെ എന്തെങ്കിലേക്ക് വെച്ചുകൊണ്ടെന്നുള്ളതും ആർക്കും അറിയില്ല. കാരണം ഇവരുടെ വിശ്വാസം ഇതാണെങ്കിൽ അവർ ആ തീരെ അങ്ങോട്ട് പോവില്ല. വയറുവേദന എടുക്കുന്ന വിശ്വാസമുള്ളത് കൊണ്ട് അതിൻ്റെ മേലേക്ക് ആരും പോവില്ല. പക്ഷെ പോകാവുന്നതേ ഉള്ളൂ, പോകാവുന്ന ദൂരേ ഉള്ളൂ. ഇനിയിപ്പോൾ സായിപ്പ്മാർക്ക് വല്ല റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സായിപ്പ്മാർ ഇനി അതുപോലുള്ള രാജാക്കന്മാർക്ക് റൂട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ശില്പമാണെന്നുള്ള പറ്റിയും അറിയില്ല. ഏത് രീതിയിലാണെങ്കിലും സാധനം ഇത് മനുഷ്യൻ്റെ രൂപത്തിൽ തന്നെ തൊടിക്കില്ല, താഴെ തൊടിക്കുക. കൊടുമനത്തിൻ്റെ മുകളാണ്, വലിയൊരു മലയുടെ മുകളിൽ. എന്തോ ഒരു അടയാളമാണ് എന്തായാലും. ഒരുപക്ഷെ അവിടെ എങ്ങനെയും പരിശോധിച്ച് നോക്കി ചിലപ്പോൾ ഈ പറയുന്ന പോലെ പെട്ടി എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ സൂക്ഷിച്ച് വെച്ച് തന്നിരിക്കുക.
ഒക്കെ ഗുഹകളൊക്കെ ആയിരുന്നില്ല. പക്ഷെ ഇവർക്ക് മുനി ഉണ്ടെന്നുള്ളൊരു ഭയമുണ്ട് കുറുമ്പാസിന്. മുനി മുനി ആ അതെ അതെ ആ മുനിയുടെ കഥകളൊക്കെ ഒന്നില്ലാന്ന് വിശ്വസിക്കാം. മുനി എന്നുള്ള പേര് ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ മുനി ഇവിടെ ഉണ്ടായിരുന്നായിട്ട് അറിയില്ല. കഥകളിലൂടെ വരുന്നുണ്ടാവില്ല. കാട്ടിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഈ പ്രകൃതി തന്നെ ഞങ്ങളോട് പലതും കാണിച്ചു തരുന്നുള്ള തെളിവുകളൊക്കെ ഉണ്ട്. ഒന്നില്ലെങ്കിൽ മരത്തിൻ്റെ ഉണങ്ങിയ കമ്പോ, ഇല്ലെങ്കിൽ പക്ഷി ഈ പെരുമാറ്റം എന്ന് പറയും, പക്ഷി കരയുന്ന ശബ്ദമോ, അത് ഒരു ലിമിറ്റഡിന് അപ്പുറത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അതിനെ മനസ്സിലാക്കിയിരിക്കും. എന്തോ ഒരു സൂചന ഉണ്ട്. അത് സൂചന ഏത് തരത്തിലാണെന്ന് പറ്റി നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്തോ ഒരു അപകടമോ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള സൂചനകളൊക്കെ ഞങ്ങൾക്കുണ്ട്. ഏകദേശം അത് ശരിയും തന്നെ. ഒരു പക്ഷേ ഇല്ലെങ്കിൽ നമ്മൾ വഴി കൂടെ നടക്കുമ്പോൾ ഒരു വന്ന് കോല് തടസ്സം സൃഷ്ടിക്കുന്നതായിട്ടോ, പക്ഷെ നമ്മളത് ഒരു വിശ്വാസ്യമായിട്ട് എടുക്കുന്നില്ല. കാരണം ഒരു കോൽ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരു തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് വിശ്വസിച്ചേ പറ്റൂ എന്നുള്ളതാണ് മറ്റൊരു ഭാഗം. പക്ഷെ അതിൻ്റെയൊക്കെ ഈ തടസ്സം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല അപകടങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ പാമ്പിനെ കയറി ചവിട്ടുന്ന രംഗമായിട്ടോ, ഏതെങ്കിലുമൊക്കെ ചെറിയൊരു അപകട ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ഭാഗമായിട്ട് നമ്മൾ അത് എൻ്റെ ഒരു അനുഭവമാണത്. വലിയൊരു അനുഭവം. ഞാൻ പലപ്പോഴും അതിന് ചിന്തിച്ചിട്ടുണ്ട്. അതൊക്കെ അത് ഈ പ്രകൃതി തന്നെ നമുക്ക് ചുരുക്കം പറഞ്ഞാൽ കാണിച്ചു തരുന്നുണ്ട്. മരം, പക്ഷി, മൃഗങ്ങൾ തന്നെ കാണിച്ചു തരുന്നു. പക്ഷെ നമ്മളതിനൊന്നും വില കൽപ്പിക്കുന്നില്ല, ഇല്ലെങ്കിൽ ചിന്തിക്കുന്നില്ല. ആ പാങ്ങളിലേക്ക് ആരും തന്നെ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടായിരിക്കും അതൊരു ഒരു വിശ്വാസം എന്നുള്ള നിലയ്ക്ക് കടന്നു പോവുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ചുരുക്കം പറഞ്ഞാൽ ഇതുകളൊക്കെ നമുക്ക് സൂചനകൾ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ഒരു അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ചില കാര്യങ്ങൾ, എല്ലാം ഇല്ല, ചിലതൊക്കെ കാട്ടിലൂടെ പോകുമ്പോൾ എനിക്ക് അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ദിവസം ഞാൻ ഇതുപോലെ തന്നെ ഇത് ചിലപ്പോൾ പെട്ടെന്ന് പലതിൽ നിന്നിങ്ങനെ ടച്ച് ചെയ്ത് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഇതുപോലെ അന്ധവിശ്വാസം പോലെ മറന്നിട്ടൊക്കെ പോകും, വില കൽപ്പിക്കാതെ. ഒരു ദിവസം ഈ രാജവമ്പാലൻ്റെ തൊട്ടടുത്തേക്ക് പോയി, ഇത്ര അടുത്ത് മോത്തിൻ്റെ അടുത്ത് പോയിട്ട് ടച്ച് ചെയ്തു വനത്തിനുള്ളിൽ. പക്ഷെ എന്തോ ഭാഗ്യം അത് എണീറ്റ് നിന്നു. അപ്പോഴത്തേക്കും ഞാൻ ഓടി കേസിലായി. പിന്നെ ഒരു ദിവസം പുലി ഇത്ര തൊട്ടടുത്ത് തന്നെ. ഞങ്ങളും പുലിയായിട്ട് കണ്ട്, പുലി ഒറ്റ കാർച്ചിൽ ഞങ്ങളെ കണ്ടത്, വാ തുറന്നു. ആ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് ഞങ്ങൾ വിറച്ചു. പിന്നെ ഞങ്ങൾ അനങ്ങിയിട്ടില്ല. അനങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഈ ആദേശികൾ സൂചിപ്പിക്കുന്നത്. അനങ്ങിയാൽ പിടിക്കത്ര. അപ്പം അതുപോലുള്ള അനുഭവങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട് വനത്തിനുള്ളിൽ. രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞാൽ പുലി നമ്മളൊന്നും ചെയ്യില്ല. നമ്മൾ പുലിനെ എന്തെങ്കിലും ഒന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ പുലിനെ കുറ്റം പറയുകയോ തെറ്റിയിരിക്കുകയോ ഇല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കുകയോ ചെയ്യാൻ പാടില്ല. ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ ഉപദ്രവിക്കും. പുലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പുലി പാടിന് മാറിപ്പോയിക്കോളും. നമ്മൾ നമ്മളെ പാടിന് മാറിപ്പോയിക്കൊണ്ടാൽ മതി. പക്ഷെ പുലി നിന്നാൽ നമ്മൾ പുലി നിന്നിട്ട് നമ്മളെ കണ്ടെന്ന് വെച്ചോ, നമുക്ക് പിന്നെ അനങ്ങാൻ പറ്റില്ല. അവിടെ നിന്നോളാം നമ്മൾ. അതേസ്ഥാനത്ത് കരടി അങ്ങനെയല്ല. കരടി കാണുന്നതിന് മുന്നേ നമ്മളെ കണ്ടാൽ കരടി ഒളിച്ചിരിക്കും, നമ്മളെ ഉപദ്രവിക്കും. അതേസ്ഥാനത്ത് നമ്മൾ ആദ്യം കരടിനെ കാണുകയും കരടി നമ്മളെ കാണാതിരിക്കുകയും ചെയ്താൽ വേണമെങ്കിൽ കാറി പോയിട്ട് ഓടിച്ചു വിടാം, ഓടും. ഇല്ലെങ്കിൽ നമ്മൾ കരടിയെ കണ്ടില്ല, കരടി നമ്മളെ കണ്ടെന്നുള്ളതാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് പെട്ടെന്ന് ഓടി വരും, ഉപദ്രവിക്കും. അതിപ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അത്രയും ആരോഗ്യമുള്ള മനുഷ്യനാണെങ്കിൽ മാത്രം പിടിച്ച് നിൽക്കുള്ളൂ, അവനായിട്ട് ഗുസ്തി കൂടാൻ പറ്റുള്ളൂ. അങ്ങനെ ഗുസ്തി കൂടി രക്ഷപ്പെടുന്നവർ ഇഷ്ടംപോലെ ആദേശങ്ങളുണ്ട്. പക്ഷെ അത്ര ആരോഗ്യമുള്ളവരായിരിക്കണം, ഇല്ലെങ്കിൽ പറ്റില്ല, കടിച്ചു കയറി തിന്നും കരടി.
കണ്ണുകിട്ട് അടിക്കും. ആദ്യം എവിടെയെങ്കിലൊക്കെ. പിന്നെ ഒരു ചിണ്ട എന്ന് പറയുന്നതിൻ്റെ കാലുകിട്ട് കടിച്ചിട്ട് രക്തം കണ്ടിട്ട് പിന്നെ കരടി ഒട്ടും അടിക്കില്ല. കൂടുതലും നമുക്കെതിരെ ആഞ്ഞടിക്കേണ്ടി വരും രക്തം കണ്ടാലേ. അത്രയും ശക്തിയുള്ളവർക്ക് മാത്രമേ അവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പറ്റില്ല. പിന്നെ ചെന്നായി ഉണ്ട്, അതിനെ തീരെ ഉപദ്രവിക്കാൻ പാടില്ല. പിന്നെ പാമ്പ് എന്ന് പറയുന്ന ഒരു ഇനത്തെ അതും ആരും തന്നെ ഒന്നും ചെയ്യാറില്ല. പക്ഷെ പാമ്പിയുടെ മുകളിൽ കയറി പോയിട്ടുള്ളവരും ഉണ്ട്, അറിയാതെ ചിലപ്പോൾ ഒരു തടിയാണെന്നുള്ള രീതിയിൽ ചവിട്ടിയിട്ട് പോയിട്ടുള്ളവരുണ്ട്. പിന്നെ ഏകദേശം ഒരു ചവിട്ടിയെന്ന രീതിയിൽ പോയതിന് ശേഷമായിരിക്കും ഏകദേശം ഒരു മിനിറ്റിൻ്റെ ഉള്ളിലായിരിക്കും പാമ്പ് പിടയുന്നത്. അപ്പോഴായിരിക്കും പാമ്പെന്നുള്ള രീതിയിൽ കാണുന്നത്. അങ്ങനെ എത്ര അനുഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വലിയൊരു മരത്തിൻ്റെ മുട്ടിയായിരിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കും കടന്നത്. അപ്പം നമ്മൾ കാര്യം വളരെ ശ്രദ്ധിക്കില്ലല്ലോ, വനമല്ലേ, ചവിട്ടിയിട്ടൊക്കെ പോവും. അപ്പം അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ അത് എന്നുമില്ല. ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ ആ ഒരു സംഭവം അതുപോലെ ചവിട്ടി പോയെങ്കിലുള്ളൂ. എല്ലാവരും ചവിട്ടുമില്ല, അല്ലെങ്കിൽ എല്ലാവരും കാണുമില്ല. കാട്ടിലുണ്ടെന്ന് വെച്ചിട്ട് ഒരു മൃഗത്തെ നമ്മൾ പെട്ടെന്ന് കാണുകയും ഉപദ്രവിക്കുകയും അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല. ഒരു ഇതില്ല. കൊടും വനത്തിൽ കണ്ട ഹൈറ്റുള്ള മരങ്ങളുടെ ഇടയിൽ കിഴങ്ങുമാന്തി തിന്നുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് കാറ്റും മഴയത്ത് പോലും ഒരു മരം വീണിട്ടും ആദിശം മരിച്ചെന്നുള്ള ചരിത്രം ഇന്ന് വരെയും കേട്ടിട്ടില്ല. കാരണം അതൊരു പ്രകൃതി ബന്ധമായിട്ടുള്ളൊരു ഇതാണ്. അതേസമയം നാട്ടിൻ പുറത്ത് ഒരു തേങ്ങ വീണു മരിച്ചെന്നുള്ള ഇത് ഒരുപാട് കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ കണ്ട കൊടും വനത്തിൽ ഈ അത്രയും കാറ്റും മഴ പെയ്യുമ്പോഴും ഒരു മരം വീണു ഒരു ആദിശം മരിച്ചെന്നുള്ള ഇത് ഞാൻ ഇന്നവരെ കേട്ടിട്ടില്ല. എന്നാലും തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷെ പുലിയായിട്ട് കണ്ടിരിക്കും. അപ്പോഴും പുലിയായിട്ട് ഉപദ്രവിക്കില്ല, ഇല്ല ആനയായിട്ടും. ഇതിനൊക്കെ താരതമ്യപ്പെടുത്തി സൈഡ് മാറിയിട്ടൊക്കെയാണ് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും ഉണ്ട്, ഇന്നും ജീവിക്കുന്നവരും ഉണ്ട്. അങ്ങനെ ഒരു പ്രശ്നമല്ല. ബന്ധപ്പെട്ട് അത് അവരായിട്ടൊക്കെ ബന്ധമുണ്ട് ഇവർക്ക്, നമുക്കുണ്ട്. തോടാസുണ്ട്, അങ്ങനെ പല ആദിവാസികളും ഉണ്ട്. പക്ഷെ കാലക്രമണം വന്നപ്പോഴത്തേക്ക് അത് ഭാഷയുടെ അടിസ്ഥാനത്തിലും ജാതിയുടെ അടിസ്ഥാനത്തിലേക്ക് മാറി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറുമ്പ എന്ന് പറയുന്നത് അതൊരു ജാതിയല്ല, അതൊരു പേരായിരുന്നു. മുടുക എന്ന് പറയുന്ന അതൊരു ജാതിയല്ല, അതൊരു പേരായിരുന്നു. പക്ഷെ ഈ പേരുകളൊക്കെ തന്നെ ജാതിയാക്കി ഗവൺമെന്റ് രേഖയിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് ജാതിയായി ചിഹ്നഭിന്നമാക്കി എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾ ജാതി എന്ന് പറയില്ലല്ലോ, ഞങ്ങൾക്ക് ആ ഒരു കൾച്ചർ ഇല്ല. ഇന്ന ജാതിയാണ് എന്നൊക്കെ ഞങ്ങൾ അങ്ങനെ പറയാറില്ല. കാരണം ഞങ്ങൾക്ക് ജാതി ഇല്ല, ഞങ്ങൾ ഒരേ ജാതി തന്നെ. പിന്നെ ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ഒരുപാട് വിശാലമായിട്ടുള്ളൊരു സംസ്കാരമല്ല. മരത്തോടും മൃഗങ്ങളോടും ഇതുപോലെ പ്രകൃതിക്കൊത്ത ജന്തുജാലങ്ങളിൽ ബന്ധപ്പെട്ടുള്ള സംസ്കാരത്തിന് അപ്പുറത്തേക്ക് ഉള്ള സംസ്കാരം ഞങ്ങൾക്കില്ലല്ലോ. ഒരുപാട് ചിന്തിക്കേണ്ടതിലേക്ക് ഒരുപാട് അകലിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇതിപ്പോൾ ഒരുപാട് ചിന്തിക്കാനും ഇല്ല. വളരെ കുറച്ച് മാത്രം സംസാരിച്ചാൽ മതി, വളരെ കുറച്ച് മാത്രം ചിന്തിച്ചാൽ മതി, വളരെ കുറച്ച് മാത്രം സഞ്ചരിച്ചാൽ മതി, പോയാൽ മതി. ആ തിന്നാനും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഒരുപാട് അകന്ന് പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഈ അങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് ഈ ആദിവാസികളുടെ. മലയക്കാർ എന്ന് പറഞ്ഞാൽ ബഡ്കാരൻ. ഈ ബഡ്കാരെന്ന് പറഞ്ഞാല് ഈ മടിയന്മാര്. ഈ റാഗി ചാമ ഈ ചെളിയിൽ അധ്വാനിക്ക് പറ്റാത്തവരാണ്. റാഗി ചാമ ഉണ്ടാക്കാൻ അറിയില്ല. അപ്പൊ ഈ കുറുമ്പാസികള് റാഗി ചാമ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ മാന്തിയിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു തിന്നാൻ മാത്രമേ ഈ ബഡ്കാസിനെ അറിയുള്ളൂ. അതിനുവേണ്ടി നിൽക്കുന്നവരാണ് അവര്.
ഈ നുണ പറയുക, എന്നിട്ട് എന്തെങ്കിലും കഥകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുക, എന്നിട്ട് ഇത് വന്ന് ഓസിക്ക് വാങ്ങിക്കുക. അതിനെയാണ് ഈ ബടുക എന്നുള്ളൊരു പേര്, ബടുകരൻ എന്ന് പറയും. പിന്നെ ഈ കൈത്തണ്ട്, കാൽത്തണ്ട്, മിച്ചി, ഈ സാധനങ്ങളൊക്കെ വടിക്കുക. ഈ അതായത് എന്താ പറയുക, ഈ പണി ഇതില്ലേ, കൈക്കോട്ടി ഇതിലുള്ള കരുവനില്ലേ, ഈ കരുവൻ, അതന്നെ ഈ കരുവൻ എന്തൊക്കെ പണിയുണ്ടായിരുന്നു പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ബടുകന് ഒരു പണി ഉണ്ടായിരുന്നു. അവന് കരുവനായിട്ടുള്ള ഒരു പണി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ബടുക എന്നുള്ളൊരു പേര് വെച്ചത്. അത് ബടുക എന്നുള്ള പേരാണത്, അത് ജാതിയല്ല. ഓരോരുത്തരുടെ പേരിനെയാണ് ഈ ജാതികളൊക്കെ ആക്കി മാറ്റിയിരിക്കുന്നത്. എല്ലാം അല്ല, ഒരു സമയത്ത് മുടുകര ഉണ്ടായിരുന്നില്ല, കുറുമ്പര ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഇത് വരുന്നില്ല. ഒരു സമയത്ത് മനുഷ്യരെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഇപ്പൊ ബടകര ഉണ്ടായിരുന്നു, മുടുക ഉണ്ടായിരുന്നു, കുറുമ്പാസ് ഉണ്ടായിരുന്നു, ഉർലാസ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഒരു ഇത് വകം തിരിവായിട്ടുള്ള ഒരു ഇത് വരുന്നില്ല. മനുഷ്യരുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഈ മനുഷ്യർക്ക് പേര് ഉന്നയിച്ചതാണ് ഈ ജാതിയായിട്ട് മാറിപ്പോയത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സങ്കല്പത്തിലൂടെ മുടുക വിഭാഗത്തിന് മുടി നീണ്ടിരുന്നപ്പോൾ, ഞാൻ ആദിവാസി ഭാഷയിലാണെങ്കിൽ അത് മുടി കെട്ടുറാതെന്ന് പറയും. അപ്പോൾ ഈ മുടി കെട്ടുന്നതിനെയാണ് ഈ മുടുകൻ എന്നുള്ളൊരു ഇത്, അതൊരു പേരാണ്. അപ്പോൾ കുറുമ്പാസ് കുറുമ്പ് കാണിക്കുന്നത് കൊണ്ട് കുറുമ്പൻ എന്നുള്ള പേര് ആയി. ബടുകാസിന് മടിയനായതുകൊണ്ട് ബടുക എന്നുള്ള പേര് കൊടുത്തു. ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. ആ പേര് അതൊരു ജാതിയായി മാറി എന്നുള്ളതേ ഉള്ളൂ. ജാതി ഒരിക്കലും പേരായിട്ട് വരുന്നില്ല. അതായത് ഇപ്പോ ദുണ്ടൂര് അതൊരു സങ്കല്പത്തിൻ്റെമാണ്. അപ്പോൾ കാരിയത് കൊണ്ടാണ് കാര്യ എന്നുള്ള പേര്, അത് ശ്രദ്ധിച്ചത് കൊണ്ടാണ് അത്ര കാര്യ എന്നുള്ള പേര് വന്നത്. അത് സങ്കല്പനമാണ്, അത് വെറും തമാശ മാത്രമാണ്. മുടുകാസ് എന്ന് പറയുമ്പോൾ നടുത്തുണ്ട് വീണത് കൊണ്ടാണ് ദുണ്ടൂര് എന്നുള്ള പേര് വന്നത്. അതെ, പാമ്പിന്റെ. അതൊരു സങ്കല്പനം മാത്രമാണ്, അത് യഥാർത്ഥ്യമല്ല. അത് ഈ കുട്ടികളെ, ഈ ചെറിയ കുട്ടികളെ കരയാതിരിക്കുന്നതിന് വേണ്ടി ചില തന്ത്രങ്ങൾ എടുത്തതെന്ന് മാത്രം. പറഞ്ഞു കൊടുക്കുക, ഒരു കഥ പോലെ പറഞ്ഞു കൊടുക്കാൻ ഒരു ഇത് വേണമല്ലോ, രസമാണല്ലോ. അപ്പൊ കരയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു രസതന്ത്രം ഉപയോഗിച്ചെന്നുള്ളതുള്ള അതൊരു ചരിത്രമല്ല. പോകത്തെ നമ്മൾ എന്തിനാണ് ഒരു പൊട്ട് തൊടുന്നത്? അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്, അതിൻ്റെ ഒരു പാവം വെച്ച് നോക്കുമ്പോൾ. ഇതിപ്പോൾ ഇത്രയും ഊരായത് ജനസംഖ്യ കൂടുന്നതോറും ഊരുകൾ വർദ്ധിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഊരില്ലല്ലോ. അന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 7 or 5 ഊരുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഊര് ജനസംഖ്യയുടെ ഭാഗമായിട്ട് ഈ വിശാലമായിട്ട് പല ഭാഗങ്ങളിലേക്ക് താമസിക്കാൻ പോയി ഊരായിട്ട് വന്നു എന്നുള്ളതല്ലാതെ ഒരു കാലത്ത് ഊരില്ലായിരുന്നു. ഇവർക്ക് എങ്ങോട്ട് പോകേണ്ടതായിട്ട് അറിയില്ല. മണ്ണാർക്കാട് ഉണ്ടെന്നോ കോറക്കുന്തമുണ്ടെന്നോ ഊട്ടുണ്ടെന്നോ ഇവർക്ക് അറിയില്ലല്ലോ. വനത്തിൻ്റെ സെൻട്രല്ലേ ഇവർ താമസിക്കുന്നത്. ഇവർക്ക് കിഴങ്ങുണ്ട്, മൃഗമുണ്ട്, പുലിയുണ്ടെന്നുള്ള അല്ലാതെ ഇവർക്ക് ഇത് അറിയുന്നല്ല അല്ലാതെ ഇങ്ങനെ മനുഷ്യരുണ്ടാകുന്ന പോലും ഇവർക്കും അറിയില്ല. പിന്നെ എന്തിനാണ് ഈ പൊട്ടുകുത്തുന്നത്? അപ്പോൾ പൊട്ടുകുത്തേണ്ട ആവശ്യം എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. പൊട്ടെന്ന് പറഞ്ഞ സാധനം അവർ തമിഴ് കൾച്ചറിൽ നിന്ന് ഇങ്ങോട്ട് വന്നൊരു സാധനം ഇറക്കുമതി ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ അതുകൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ ആദ്യം പൊട്ട് എന്നുള്ളൊരു സാധനം വന്നപ്പോൾ ഇവർ കണ്ടെത്തിയ സാധനമാണ് ഈ ഒരു കാട്ടുപൊട്ട്. മരത്തിൽ നിന്നുള്ള പൊട്ട് കുത്തൻ ഇവർ തുടക്കം കുറിക്കുന്നത് എന്നാണ് ഞാൻ കാണുന്നത്. കാരണം രണ്ടാമത് ഇവർ ആദ്യം തന്ന ഒരു സാധനം പൊട്ട് ഇല്ലാതെ നഷ്ടപ്പെട്ടപ്പോൾ രണ്ടാമത് പൊട്ട് കിട്ടാനില്ലല്ലോ. കാരണം ഇത്ര കിലോമീറ്ററുകൾ ചിലപ്പോൾ വേണ്ടിയിട്ട് വരും. അപ്പോൾ കിട്ടാതെ വന്നപ്പോൾ മരത്തിലേക്ക് കൊത്തിയിട്ട് ആ പൊട്ട് സ്വയം എടുത്ത് കുത്തുന്നു എന്നുള്ളതല്ലാതെ അതിങ്ങനെ വന്നൊരു സാധനമാണത്. അല്ലാതെ ഈ സാധനം ഈ പൊട്ട് കുത്തിയിട്ട് എങ്ങോട്ട് പോകാനില്ലാത്ത നമ്മൾ പൊട്ട് കുത്തിയ കൊണ്ട് എന്താ കാര്യം? എന്താ പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്.
പിന്നെ വന്നതാണ് കാരര. ദുണ്ടൂരിൽ നിന്നുള്ള ആളുകൾ കാരയ്ക്ക് പോയി കാരയായി. ദുണ്ടൂരിൽ നിന്നുള്ള ആളുകൾ ചിറ്റൂർ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്, അവർ ചിറ്റൂർക്കാരായി. ഇത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഓരോ വീടുകൾ വെച്ച് 2 വീടായി 10 വീടായി, അത് ഊരായിട്ട് മാറി. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ദുണ്ടൂര് ഊരായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ പറഞ്ഞില്ല മാഷെ. എൻ്റെ അച്ഛൻ, എൻ്റെ വലിയച്ഛൻ അതിനാണോ ആദ്യമായിട്ടും ദുണ്ടൂരിലേക്ക് പോകുന്നത്, ഊരായിട്ട് സ്ഥാപിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കുറുമ്പാസായിരുന്നു. അപ്പോൾ ദുണ്ടൂരിലേക്ക് ചെന്നു. ആദ്യം ചെന്നവനാണ് മണ്ണുകാരൻ. അപ്പോൾ ആ മണ്ണിൻ്റെ ഉടമസ്ഥനാണ് ഈ മണ്ണുകാരൻ. ആ മണ്ണുകാരൻ ഞാനാണ്. മണ്ണുകാരൻ ഇപ്പോഴത്തെ മണ്ണുകാരൻ ഞാനാണ്. അതിന് മുന്നേ വലിയച്ഛനായിരുന്നു എനിക്കറിയാം. അപ്പോൾ പിന്നെ ഊരുമൂപ്പനെന്ന് പറയുന്നത് പുറത്തുനിന്ന് വേറെ ഏതോ ഒരു ഊരിൽ നിന്ന് വന്ന ഒരു വ്യക്തിക്കാണ് മൂപ്പൻ സ്ഥാനം കൊടുക്കുന്നത്. ജമ്മി മണ്ണക്കാരൻ തന്നെ. അപ്പം അങ്ങനെ ഒരു ഊരിൽ നിന്ന് തന്നെ പല ഊരുകളിലേക്ക് ഇല്ലെങ്കിൽ പല സ്ഥലത്തേക്ക് പോയിട്ട് ഇതിപ്പോൾ ഉദാഹരണത്തിന് കടുമണ്ണ് ഊരെന്ന് പറയുന്ന ഒരു 50 കോളനി ഉണ്ടായിരുന്നു, ഊരുണ്ടായിരുന്നു, വീടുകൾ. ഇന്നിപ്പോൾ അത് 30 വീടേ ഉള്ളൂ. ബാക്കിയുള്ള വീട്ടുകാരൊക്കെ തന്നെ വേറെ പല പാങ്ങളിലേക്ക് പോയി കാടും വെട്ടി ജീവിക്കുന്നുണ്ട്. എന്നാൽ ആ സ്ഥലങ്ങളിൽ ഇന്നിപ്പോൾ ഊരായിട്ട് മാറിയിരിക്കുന്നു. ജനസംഖ്യ കൂടുന്തോറും അത് ഊരുകളും വർദ്ധിച്ചു. ഒരു കാലത്ത് ജനസംഖ്യ വളരെ കുറവായിരുന്നു, ഊരും കുറവായിരുന്നു. നമ്മുടെ ബന്ധുക്കൾ അവിടെ ഉണ്ട്, അവരോട് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. എങ്കിലേ കൃത്യമായിട്ട് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടില്ല. നിന്ന് ആണോ അവരുടെ കൾച്ചർ ആയിട്ട് മാറിയത്, അതോ അവരുടെ കൾച്ചറിൽ നിന്നാണോ ഇവരുടെ കൾച്ചറായിട്ട് മാറിയത് എന്നുള്ള ശരിയായ ഒരു അന്വേഷണം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. അത് കൂട്ടി അങ്ങോട്ട് പോയെങ്കിലേ പറ്റുള്ളൂ. ഞാനതാ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒരു ബന്ധമുള്ളത് കൊണ്ട് അങ്ങോട്ടുകൂടെ പോകേണ്ടതായിട്ട് വരും. കാരണം ഭൂരിപക്ഷം ജനങ്ങൾ ഇന്നിപ്പോൾ അവരുടെ ഇടയിലുണ്ട്, ബഡഗാസ് ആളുകളുടെ ഇടയിലുണ്ട്. എനിക്ക് തോന്നുന്നത് അവര് ഞങ്ങളെ ചേട്ടൻ എന്നാണ് വിളിക്കുക. ചേട്ടൻ എന്ന് പറയുമ്പോൾ അവൻ അനിയനാണ്. അപ്പൊ ആദ്യത്തവനാണല്ലോ ഇവൻ. അപ്പൊ ഇവന്റെ കൾച്ചറാണ് അതും, ഇവന്റെ കൾച്ചറിൽ നിന്നാണ് അവന്റെ കൾച്ചർ ഉണ്ടായത് എന്നാണ് തോന്നുന്നത്. ചേട്ടൻ എന്നുള്ള വിളി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ചേട്ടൻ എന്നുള്ളൊരു അവൻ വന്ന ഉടനെ കാല് കുമ്പിട്ട് കൈ കൊണ്ട് തൊഴും. ചേട്ടൻ്റെ കാല് തൊഴുതിട്ട് അവൻ കാല് കഴുകിയിട്ട് അകത്തേക്ക് കയറുള്ളൂ. അത്രയും ഒരു ഇതുണ്ടായിരുന്നു, ചിട്ട. അപ്പം അതെന്തായാലും യഥാർത്ഥത്തെ പറ്റി അന്വേഷിക്കുകയാണെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം നമ്മൾ അന്വേഷിക്കണം. അതിന് എപ്പോൾ വേണമെങ്കിലും പോകാം. വടഗാസ് കുറുമ്പാസിലേക്ക് വരുമ്പോൾ കുറുമ്പാസിനെ ചേട്ടൻ എന്നാണ് വിളിക്കുക. വടഗാസ് അണ്ണൻ എന്ന് വിളിക്കുള്ളൂ. അതായത് അത്രയ്ക്കും ആഴത്തിലുള്ള ഈ സങ്കല്പന ബന്ധം ഇവർക്കുണ്ട്. ഇവൻ ചേട്ടനാണ് എപ്പോഴും കുറുമ്പാസ്. വടഗാസ് ചെറിയവനാണ്. അപ്പോൾ വടഗാസ് വരുമ്പോൾ ഊരിലുള്ള എല്ലാവരുടെയും കാല് പിടിക്കണം. കുറുമ്പാസിയുടെ മുറുകാസിൻ്റെ കാല് പിടിക്കും വടഗാസ്. അതായത് ഞാൻ വന്നു എന്നുള്ളത്. പണ്ടത്തെ ഒരു എന്താ പറയുക, അത്രയ്ക്കും ബന്ധം ഇവർക്കുണ്ട്. എത്രയോ കാലത്തിനപ്പുറത്ത് ഉള്ള ബന്ധം ഇവർക്കുണ്ട്. അതൊരു ഏകദേശം 30 വർഷത്തിനപ്പുറത്ത് വരെ അവർ തമ്മിലുള്ള ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അടർന്നു പോയെന്നുള്ളതാണ്. വന്നിട്ട് രോഗ്യം പറഞ്ഞ് വടഗാസ് ഒരു കമ്പിളി എന്തെങ്കിലുമൊക്കെ വന്ന് ആദിവാസികൾ കൊടുത്തിട്ട് അത് പുണ്യം എന്നുള്ള രീതിയിൽ കാണും ആദിവാസികൾ. കാരണം മുണ്ടോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആദിവാസികൾ, കിട്ടാനില്ല. അപ്പോൾ അവൻ എന്താണോ കൊടുക്കുന്നത് അത് സ്വീകരിക്കും. അങ്ങനെ കാരണം എന്താ വെച്ചാൽ ഡ്രസ്സുകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പുതപ്പെങ്കിൽ പുതപ്പ്, മുണ്ടെങ്കിൽ മുണ്ട് കിട്ടുന്നത് അവനിൽ നിന്ന് വാങ്ങിക്കും. എന്നിട്ട് അവൻ ഈ കണ്ട കഥകളൊക്കെ പറഞ്ഞ് ചേട്ടൻ്റെ അടുത്ത് വന്നു, ഇനിയിപ്പോൾ ഞാൻ പോവാന്നൊക്കെ പറഞ്ഞ് നല്ല കാര്യത്തിലൊക്കെ പറഞ്ഞ് ഒരു കോഴിയൊക്കെ പിടിച്ച് പോവും വടഗാസ്. ആ ഒരു ബന്ധം, കൂട്ടുബന്ധം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇന്ന് പറഞ്ഞില്ല. പക്ഷെങ്കിൽ കുർബാസിയുടെ അതൊക്കെ അന്വേഷിച്ചാൽ എല്ലാവർക്കും പക്ഷെ അറിയില്ല. മുതിർന്നവരെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ചോദിച്ചാൽ അത്
കൃത്യമായിട്ട് അവർ പറഞ്ഞു തരുന്നത്. ഈ ബഡ്ഗാസിന് അവർക്ക് ഈ പണിയന്മാരായിട്ടുള്ള ബന്ധമുണ്ട്. ഇങ്ങനെ ഈ ഈ ഈ ഐറ്റംസുകൾ പണിയുന്നവരായിട്ടുള്ള ബന്ധം. അവർ ടൗൺ ഏരിയകളിലേക്ക് താമസിക്കുന്നവരാണല്ലോ. ഞങ്ങൾ കാടുകളിൽ താമസിക്കുന്നവർ. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു രൂപങ്ങളില്ല, കത്തിലോ കോടയിലില്ല, ഈ ഒരു ഐറ്റംസുകളും ഇല്ല. ഞങ്ങൾ മുള ഈ കല്ലിൽ ചൂടാക്കിയിട്ട് മുള കൊണ്ട് തീ പിടിപ്പിക്കുന്ന ഒരാളുകളായിരുന്നു ആദിവാസികൾ. അങ്ങനെ തീയെ നിലനിർത്തുമായിരുന്നു. തീപ്പിട്ടിയെന്ന് പറഞ്ഞ സാധനമില്ല. ഓട ഉണ്ട്, ഈറ്റ കൊണ്ട് മാത്രം കല്ലിൽ ഉരച്ചിട്ട് തീ കത്തിക്കും. ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ലാതെ ഈ ഡ്രസ്സും കാര്യങ്ങളും ഒന്നുമില്ല. ഇതൊന്നും സാധനം കിട്ടാനില്ല, കാരണം ഞങ്ങൾ കാട്ടിലാണല്ലോ. എന്നിട്ട് ഇവർ വർഷത്തിലൊരിക്കലും ബഡ്ഗാസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തീപ്പെട്ടി എന്തെങ്കിലുമൊക്കെ സാധനം ഇവർക്ക് കൊണ്ടുവന്ന് കൊടുക്കും, ആയുധങ്ങൾ. അങ്ങനെയാണ് ആയുധങ്ങളായിട്ട് മാറിയത് ആദിവാസിയുടെ ഇടയിൽ. വാകത്തിയായിട്ടും പിന്നെ പലതും അങ്ങനെ തല ചെയ്യുന്ന ചേർപ്പടക്കം അവർ കൊണ്ടുവന്ന് തരുന്നതാണ്. അതിൻ്റെ പേര് കോരിക്കെന്ന് പറയും. ഈ മുള്ളു പോലത്തെ സാധനത്തിൽ നമ്മൾ നേരത്തെ കിടന്നത് അതിൻ്റെ പേര് കോരിക്കെന്ന് പറയും. അത് തല ചീവാനുള്ള സാധനമല്ല, അതിങ്ങനെ ഇരിക്കാതെ വേണ്ടി പണിഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനൊന്ന് വിടർത്തി വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. സ്ത്രീകൾക്കുള്ളതാണ്. ചീപ്പ് എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾക്ക് കിട്ടാനില്ല. പിന്നെ വന്നാണ് ചീപ്പൊക്കെ. പിന്നെ പൊട്ടുകുത്തലൊന്നുമില്ല. ഞങ്ങൾ എങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. എങ്ങോട്ട് പോകുന്നില്ല. ഞങ്ങൾക്കറിയില്ല നാടുണ്ടോ, നാട്ടിൽ ആളുകളുണ്ടെന്നതിനെ പറ്റി ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ കാട്ടിലുള്ളവരാണ്. ഞങ്ങൾക്ക് കാട്ട് കിഴങ്ങുണ്ട്, ഞങ്ങളുണ്ട്, കാട്ടിലുള്ള മൃഗമുണ്ട്. ഇതല്ല, ഇതിനപ്പുറത്ത് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഇതാണ് ഞങ്ങളുടെ പണ്ടത്തെ ഒരു ജീവിത രീതികൾ. വടഗാസിൻ്റെ ഇത് അന്വേഷിക്കേണ്ടതായിട്ട് വരും. വടഗാസുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ടി വരും ചിലപ്പോൾ. പിന്നെ ഞങ്ങൾ അതുകൊണ്ടാണ് ഈ ഇത്രയും മൃഗവും ഞങ്ങളായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ടാണ് ഏതൊരു മൃഗമാകട്ടെ, എലി മുതൽ എലിയാകട്ടെ, പക്ഷിയാകട്ടെ, മറ്റു മൃഗങ്ങളാകട്ടെ, കൃത്യമായിട്ടുള്ള അതിൻ്റെ റൂട്ടുകൾ അതിന് ഉണ്ട്. കുരങ്ങിനെയാണെങ്കിൽ ശരി, അതിന് വേറെ റൂട്ടുകളില്ല, ഒറ്റ റൂട്ട് തന്നെ ഉള്ളൂ. റൂട്ടിൽ കൂടെ പോകും, ഒറ്റ റൂട്ടിൽ കൂടെ വരും. അത് ഏത് മരത്തിൽ കൂടിയാണ് ഇറങ്ങി വരുന്നതെന്നുള്ള കൃത്യമായിട്ട് ഈ ആദിവാസികൾക്കറിയാം. പ്രത്യേക റൂട്ടുണ്ട്. ആനയ്ക്ക് ഒരു റൂട്ടാണെങ്കിൽ കുരങ്ങിന് ഒരു റൂട്ടുണ്ട്, പുലിക്കും ഉണ്ട് അതുപോലെ റൂട്ടുകൾ. വേറെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ ഓടി പാഞ്ഞ് പോവില്ല. അത് കൃത്യമായിട്ട് ആദിവാസികൾക്കറിയാം. അത് എലിക്ക് കൊണ്ട് ഒരു റൂട്ട്, അത് ഏതൊരു ജന്തുവിനുണ്ട് ഒരു കൃത്യമായിട്ടുള്ള റൂട്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഇത്ര അടുത്തേക്ക് പോകാവുള്ളൂ, ഇതിനപ്പുറത്തേക്ക് പോകാൻ പാടുന്നുള്ള ഒരു കണക്കുണ്ട്. അന്നേരം മറ്റുള്ള കുരങ്ങാണെങ്കിൽ തന്നെ ശരി, ഒരു പരിധി ഉണ്ട് അതിന്. ഇത്ര കിലോമീറ്റർ എന്നോ ഇത്ര ഏക്കർ എന്നുള്ള കണക്കുകളൊക്കെ ഉണ്ടായിന്. അതിനപ്പുറത്തേക്ക് ഉള്ള കുരങ്ങ് സമ്മതിക്കില്ല, കടിച്ചു കയറും. ഇതിനൊറ്റ വിടില്ല ഇങ്ങോട്ട്. അങ്ങനെയുള്ളൊരു ഇത് അതിനും ഉണ്ട്, ഇത് മൃഗങ്ങൾക്കുണ്ട്. ആനയ്ക്കും അങ്ങനെയാണ്. ആനയ്ക്ക് ഇത്ര ഇന്നടുത്തുള്ള ആനയ്ക്ക് വേറൊരു ഇടത്തേക്ക് ചെന്നാൽ ആന സമ്മതിക്കില്ല. ഏതൊരു മൃഗത്തിനും അതുപോലുള്ള ഇതുകളുണ്ട്. അത് കൃത്യമായിട്ട് ആദിവാസികൾക്കറിയാം. കാരണം അവരും നമ്മളുമായിട്ടുള്ള കൃത്യമാത്രം ബന്ധമുള്ളത് കൊണ്ടാണ്. കുരങ്ങുമായിട്ടുള്ള നല്ല ബന്ധമുണ്ട്, ആനയായിട്ടുള്ള ബന്ധമുണ്ട്. പണ്ടൊക്കെ ആന ഞങ്ങളായിട്ടൊക്കെ ഒരുമിച്ച് ജീവിച്ചിരുന്നെന്നൊക്കെയാണ് പറയുന്നത്. അതായത് അതിൻ്റെ ഒരു ഉദാഹരണം, ഇവിടെ മുദ്ദമൂപ്പൻ ഈ ഇടയ്ക്ക് മരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന കാലത്ത് വാശി പിടിച്ചിട്ട് ഉദ്യോഗസ്ഥന്മാർ, ഇതുപോലെ തന്നെ പുറത്തുള്ള മലയാളി ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞു, മുദ്ദമൂപ്പൻ പറഞ്ഞു, ഞാൻ ആനയ്ക്ക് കാട്ടുവള്ളി കഴുത്തിലിടുന്നത് കാണണമെന്ന് ചോദിച്ചു ഉദ്യോഗസ്ഥന്മാരെടുത്ത്. നാട് റോഡിൽ ആട്ടാനെ നിൽക്കുകയാണ്. അപ്പോൾ കാട്ടുവള്ളി എടുത്തിട്ട് പോയി കഴുത്തേലിട്ടു, കാണിച്ചു കൊടുത്തു. അപ്പോൾ ആനയ്ക്ക് ഒരു വിഷയമല്ല. അപ്പം അങ്ങനെ അത് ചരിത്രം തെളിയിച്ച ഒരു വിഷയമാണത്. അങ്ങനെ ഇന്ദിരാഗാന്ധി പോലും വിശ്വസിച്ച് ഇന്ദിരാഗാന്ധി കൊണ്ടുപോയത് മുദ്ദമൂപ്പനെ ഡൽഹിയിലേക്ക്. അദ്ദേഹം മരിച്ചിട്ട് ഒരു 2-3 വർഷമാകുന്നുള്ളൂ മുദ്ദമൂപ്പൻ. അപ്പം അത്രയ്ക്ക് ബന്ധങ്ങളുണ്ട്, മൃഗങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്.
ഇന്നത്തെ മൃഗമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ മൃഗം നമ്മളെ തിരിച്ചടിക്കും. മാത്രമല്ല മൃഗത്തെ ഞങ്ങൾ ഉപദ്രവിക്കില്ലല്ലോ. അതാണ് അതിൻ്റെ മെയിൻ വിഷയം. മൃഗത്തെ നമ്മൾ തെറ്റ് പറയില്ല. പുലിനെ എന്നും ഞങ്ങൾ ഒരു ദൈവമായിട്ട് കാണുന്നു, ആനയെ ദൈവമായിട്ട് കാണുന്നു, പക്ഷി മൃഗങ്ങൾ എല്ലാത്തിനെയും ഈ ദൈവമായിട്ട് കാണുന്നു. ഉപദ്രവിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യാറില്ല, പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മരത്തെയും ഇതുപോലുള്ള വലിയ വലിയ കല്ലിനെയും ഒക്കെ ഞങ്ങൾ കുറ്റം പറയാറില്ല, പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു സങ്കല്പമാണ്. സങ്കല്പം ഒരു ദൈവ വിശ്വാസികളാണ് ഞങ്ങൾ അതിനോട് ബന്ധപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ആന പോലും ഈ ആദിവാസിയെ കണ്ടപ്പോൾ തിരിഞ്ഞു പോയി നോക്കാതെ മിണ്ടാതിരുന്നത് എന്ന് തോന്നുന്നുണ്ട്. അത്തരം ഒരു സങ്കല്പം ഇല്ലെങ്കിൽ ആ ഒരു ഇതുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ഇല്ലെങ്കിൽ എന്തായാലും ഒരു മനുഷ്യൻ ഒരു കാട്ടാനേനെ കണ്ടപ്പോൾ, കാട്ടാനയുടെ കഴുത്തിൽ കാട്ടുപള്ളി ഇട്ടപ്പോൾ ഒന്നും ചെയ്യാതെ വെച്ചതിൻ്റെ കാര്യം എന്താണെന്ന് പിന്നെ നമുക്കതൊന്നും അറിയില്ല. ഇത്തരം ഇത് വിശ്വാസം ഉള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്ന് തോന്നുന്നുണ്ട്. ആദിവാസി ഭാഷയിൽപ്പെട്ടതല്ല. ബലി എന്ന് പറയുന്ന ഒരു പുതിയ ഭാഷയാണ്. ഞങ്ങൾക്ക് യോജിച്ച ഭാഷ അല്ലാതെ പുതിയ കൾച്ചറാണ്. ഹിന്ദു കൾച്ചർ. അതെ, ഹിന്ദു കൾച്ചർ അതിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ ഇതിനകത്ത് കണ്ടതുപോലെ ഒരു പുതിയ സംസ്കാരം അതിനകത്തേക്ക് ഉടലെടുക്കുന്നുണ്ട്. അത് എന്താ പറയാ, തമിഴ് കൾച്ചറാണത്. ബലി അർപ്പിക്കുക, അത് മലയാളത്തിലാണ് ബലി അർപ്പിക്കുക എന്ന് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ, അല്ലേ? ബലി അർപ്പിക്കുക ഈ ഹിന്ദുക്കളുടെ ഇടയിൽ, അല്ലേ? അമ്പലത്തിൽ എന്തോ കോഴിന് വെട്ടേ ആടിന് വെട്ടേ അങ്ങനെയുള്ള എന്തോ രീതിയിലാണ് ഈ ബലി അർപ്പിക്കുക എന്ന ഭാഷ പോയിന്റ് വരുന്നത്. ഞങ്ങളുടെ ഇടയിൽ അത് വരുന്നില്ല. ഞങ്ങൾക്ക് ആടിന് വെട്ടും കോഴിന് വെട്ട് എന്നുള്ള കൾച്ചറില്ല. ഞങ്ങളെ അടിച്ചേൽപ്പിച്ച ഒരു കൾച്ചറാണത്, ആടിനെ വെട്ടലൊക്കെ. തമിഴ് കൾച്ചറിൽ നിന്ന് ഞങ്ങൾക്ക് പോകുന്ന ഒന്നാണിത്. അങ്ങനെയാണ് അവർ വേലൊക്കെ കൊണ്ടു തന്നിരിക്കുന്നത്. വേല്, ഈ മൂന്ന് ഇതുപോലുള്ള സാധനങ്ങൾ. ചൂല. ഈ ചൂല ഞങ്ങൾക്കുള്ളതല്ല, ഞങ്ങളുടേതല്ല. അത് അവര് ശിവന്റെ ഹിന്ദു ഇതാണ്. അതെ, അവര് ഞങ്ങൾക്ക് കൊണ്ടു തന്നിരിക്കുന്നത്. ആദ്യം മുടുകരും കുറുമ്പരും ആദ്യം ആരാധിച്ചിരുന്ന മല്ലീശ്വരനെയാണ്. കല്ലിനെ മാത്രം, മല്ലീശ്വരൻ എന്നുള്ളതല്ല. കല്ല്, വെള്ളം, കല്ലും വെള്ളവും, മൃഗങ്ങള്, മരം, ചന്ദ്രൻ, സൂര്യൻ, ഇതിന് മാത്രമാണ്, വേറെ ഒന്നിനുമില്ല. വേറെ ഒരു ഇതിനും ഇല്ല. എങ്ങനെയാ ഈ ഹിന്ദു കൾച്ചർ ഉള്ളിലേക്ക് വന്ന? അത് ആൾക്കാർ കുടിയേറ്റക്കാരുടെ ഈ തമിഴ്നാടിൽ നിന്ന് ഓരോരുത്തർ കുടിയേറ്റം തുടങ്ങി. അപ്പോൾ അവിടെ നിന്നുള്ള കൾച്ചറാണ് ഈ സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ചത് ഞങ്ങൾ. അപ്പം അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒന്ന് മല്ലീശ്വരൻ, അതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ ഒരു അമ്പലമുണ്ട്, അവിടെ കല്ല് മാത്രമേ ഉള്ളൂ. ഈ കല്ല് എല്ലായിടത്തും കാണാം, എല്ലാ ആദിവാസികളുടെ ഇതിലുണ്ട്, കല്ലുണ്ട്. പക്ഷേ അതിൻ്റെ ഇപ്പോൾ പുതിയ കൾച്ചർ വന്നപ്പോഴത്തേക്ക് അതിന് തൊട്ടടുത്ത ശൂലം ഇല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇതും കാണുന്നുണ്ട്. അത് 50-70 വർഷം, ഏകദേശം 200 വർഷത്തിനിടയിൽ വന്നൊരു കൾച്ചറാണത്. ചുരുക്കം പറഞ്ഞാൽ 50 വർഷത്തിനിടയിലാണ് കൂടുതലും ഇത് വ്യാപിച്ചിരിക്കുന്നത്. അതിനു മുന്നേ കല്ലിനെ മാത്രം ആചരിക്കുന്നവരുണ്ടായിരുന്നത്. ഏകദേശം 50 വർഷത്തിന് ഇപ്പുറത്താണ് കൂടുതലും ഈ മറ്റു കൃഷ്ണനെയും അതുകൊണ്ട് പലതിനെയും ഇങ്ങനെ ആചരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഈ കല്ലിനെ ബന്ധപ്പെട്ടുള്ള പാട്ടുകളും ആദിവാസികളുടെ ഇടയിലുണ്ട്, വെള്ളത്തെ ബന്ധപ്പെട്ടുള്ള പാട്ടുകളുണ്ട്, സൂര്യന് ചന്ദ്രനെ ബന്ധപ്പെട്ടുള്ള പാട്ടുകൾ മറക്കാണ്ട് വെച്ചുള്ളവരുണ്ട്. ആ പാട്ടുകൾ നമുക്ക് കിട്ടണം. അതെ, കഥകളുണ്ട്, കഥകൾ നീണ്ട കഥകളും ഉണ്ട്, ഷോർട്ട് ഈ കടുംകഥകളും ഉണ്ട്. ഇത് നമുക്ക് കിട്ടണം, ശേഖരിച്ചെടുക്കണം. ഇതിനകത്താണ് മെയിനായിട്ടുള്ളത്. ഞാനത് ഈ വെള്ളത്തെ ബന്ധപ്പെടുത്തി പാൽത്തായി എന്ന് പറയും.
പാൽ തായ് എന്നാണ് പറയുക ഈ ഭൂമിയെ. തായ് എന്ന് പറഞ്ഞാൽ അമ്മ എന്നാണ് ഞങ്ങൾ അതിന് ഞങ്ങളുടെ വിശ്വാസം, ഭൂമിയെ. അപ്പം അതിന് ഈ 7 അണ്ണന്മാരുടെ കഥകളുണ്ട്. പിന്നെ 7 അണ്ണന്മാർ 7 അനിയത്തിമാരുടെ ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബത്തിൽ ഇങ്ങനെ ഒരുപാട് അങ്ങനെ ഒരു കഥകളുണ്ട്. അത് എൻ്റെ അമ്മയാണ് കൃത്യമായിട്ട് അത് പറയും. ഒരു 4-5 നല്ല ഫസ്റ്റ് കഥകൾ ഉണ്ട്. ഇങ്ങനെ വെള്ളം കിട്ടാതെ വരുമ്പോൾ ഈ ഒരു കുട്ടീനെ ഉപേക്ഷിച്ച് കൊടുക്കുകയാണ് വെള്ളത്തിന് വേണ്ടിയിട്ട്. കുട്ടി താന്ന് പോവാണ്, വെള്ളം കൊണ്ടുപോവാണ് കുട്ടീനെ. അത്ര നല്ല കഥ പോലെയുള്ളൊരു കഥകളുണ്ട്. ഏകദേശം എത്ര കഥകളുണ്ടാവും പറയാൻ പറ്റില്ല. ഒരുപാടുണ്ട് കഥകൾ, പലതിനെ ബന്ധപ്പെടുത്തിയുള്ള കഥകളുണ്ട്. തേനിനെ ബന്ധപ്പെടുത്തി പാട്ടുണ്ട്, കഥകളുണ്ട്. മരത്തെ ബന്ധപ്പെടുത്തിയുള്ള പാട്ട് അല്ല പലവരുടെ ഇതിലാണ്. അല്ല, ഒരാളായിട്ടാണ് ആ പാട്ട് പാടുക, അതോ കൂടി പാടുക? ഓരോരുത്തരായിട്ടുണ്ട്, കൂട്ടമായിട്ടുള്ളതും ഉണ്ട്. പലരും പഠിക്കാൻ ശ്രമിക്കുന്നില്ല, എങ്കിൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചവർക്ക് കുറച്ചുകൂടെ കൂടുതൽ പാട്ടുകളും കഥകളും അറിയാം. ഒരുപക്ഷെ അറിയില്ല, ഒരുപക്ഷെ ആ ചെറുപ്പകാലത്ത് അതെ അന്നത്തെ കാലത്ത് ഒരുപക്ഷെ അദ്ദേഹം പഠിക്കാൻ പോലും താല്പര്യപ്പെടില്ല സ്വന്തമായിട്ടുള്ള കൾച്ചറിന്. അതനുസരിച്ച് ഒരു 40 വയസ്സുള്ള ഒരു വ്യക്തിയോട് ചോദിച്ചാൽ ചിലപ്പോൾ അത്തരം കാര്യങ്ങളെപ്പറ്റി ഇയാൾ പഠിച്ചിരിക്കും. ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട്. അത് എന്നും പറഞ്ഞ പോലെ തന്നെ ഞാനും പലയിടത്തേക്ക് പോയി പല മൂപ്പന്മാരുടെ അടുത്ത് നിന്നും ഈ തെയ്യം കൂട്ടി കഥകൾ പറയുമ്പോൾ ആ കഥ ഞാൻ കേൾക്കുന്നതിന് വേണ്ടി മാത്രം പോയിരിക്കും. കാരണം അതിനോട് താല്പര്യമുള്ളത് കൊണ്ട്. ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞത് ഇതിനോട് താല്പര്യമുള്ളത് കൊണ്ടാണ്. ഇനി വേറെ ആരും ഇത് പറയില്ല. ഞാൻ പലരിൽ നിന്ന് ഇങ്ങനെ കേട്ടും പഠിച്ചുള്ളത് കൊണ്ട്. പിന്നെ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ നല്ല കഥകൾ അറിയാം. കഥകൾ വരുന്നുണ്ട്, അത്ര നല്ല കഥകൾ. അതൊക്കെ വേണം നമ്മൾ എടുക്കാനായിട്ട്. നമുക്ക് ഒരു ദിവസം ഞായറാഴ്ച ദിവസം പോയിട്ട് നാളെ മിക്കവാറും ചിലപ്പോൾ അവരുണ്ടാവും. അപ്പോൾ നമുക്കത് എടുക്കാം. മീൻ പിടിക്കലെടുക്കാം. പിന്നെ ഇഞ്ചി നടന്നതിനടുത്ത് വന്നിട്ട് കുറച്ച് ഇഞ്ചി ഞാൻ പറഞ്ഞല്ലോ, ബഡ്ഗാസ് നമ്മൾ കുറുമ്പ ബഡ്ഗ മുടുക കുറുമ്പ ബഡ്ഗാസ് ഇങ്ങനെയുള്ള ബന്ധമുണ്ട്. ഈ ബന്ധം ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടുള്ള ആളുകൾ ബഡ്ഗാസിൻ്റെ ഇടയിൽ ഉണ്ട്, നമ്മുടെ ആളുകൾ. അപ്പോൾ ഈ ബന്ധം അവിടെ പോയിട്ട് അന്വേഷിക്കേണ്ടി വരും. അവിടുത്തെ കുറച്ച് മൂത്ത ആളുകളും അവിടെ. എങ്കിലും യഥാർത്ഥ വിഷയത്തെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ആളുകളുണ്ട് അവിടെ, കോർക്കുന്നുണ്ട്, അവിടെ ഉണ്ട്. നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ പോകാം. ഞാൻ പോയിട്ട് ഒരു 4-5 വർഷം മുന്നേ പോയതാണ്. അവിടെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്, ഊട്ടിയിലേക്ക്. ഇനിയിപ്പോൾ ഇതേ വിഷയത്തെ ബന്ധപ്പെടുത്തി തന്നെ ഒന്നുകൂടെ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഒരുപാട് ഊരുകൾ ആ ഭാഗത്തേക്ക് എനിക്ക് പോകണമെന്ന് ഉദ്ദേശിക്കുന്നു. ഇപ്പോഴെങ്കിറ്റ ഒരു വർഷത്തോടെ കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം സാമ്പത്തികം തന്നെ വേണം. ഇങ്ങനെ ശേഖരിച്ച് ഇങ്ങനെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇതിപ്പോൾ ഞാൻ പറയുന്ന പോലെ പോലും ആരും പറയില്ല. കാരണം അതിന് പഠിക്കാൻ ശ്രമിക്കുന്നില്ല. ഇല്ലെങ്കിൽ അതാണ് വിഷയം. ഞങ്ങളുടെ ഇടയിലുള്ള വിഷയം അതാണ്. ആരും പഠിക്കാൻ ശ്രമിക്കുന്നില്ല പണ്ടത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ബന്ധപ്പെടുത്തി. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ എന്താവോ, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പോലും വിദ്യാഭ്യാസപരമായിട്ട് പോകുന്ന കുട്ടികൾക്ക് പോലും അതിനോട് താല്പര്യമില്ല. ഒരു +1 +2 പഠിച്ചിട്ട് അവനൊരു അന്തോല് കുന്തോലെത്താൻ ഇങ്ങനെ നടക്കുകയും ചെയ്യും. ജോലിക്ക് വേണ്ടി ശ്രമിക്കില്ല. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇവൻ ഒരുപാട് പടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ സ്വാഭാവികമായിട്ട് കഞ്ചാവ് വലിക്കാൻ തുടങ്ങും, അന്തകനായിട്ട് മാറിപ്പോകും. ഈ ആദിവാസി ഇടയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എല്ലാ ഊരുകളിലും ഉണ്ട് മെന്റൽസ് ഉള്ള ആളുകൾ. പോക്കന്നെ പിന്നെ ഇന്നിപ്പോൾ എസികളായിട്ട് മാറിയിരിക്കുകയാണ്. ആദിവാസികൾ കാര്യമായിട്ട് ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. വളരെ തുച്ഛമായ ആളുകൾ അടിച്ചിട്ടുണ്ട്, എല്ലാവരും അടിച്ചിട്ടില്ല. തിരിച്ച് അടിച്ചിട്ടുമുണ്ട് ആദിവാസികൾ, സായിപ്പ്മാരെ. ആദിവാസികൾക്കിട്ട് അടിക്കുമ്പോൾ ആദിവാസികൾ തിരിച്ചടിച്ച് ഓടിച്ചു വിട്ടിട്ടുണ്ട്. സ്വയരക്ഷയ്ക്ക് പിന്നെ രണ്ടാമത് കോട്ട വെച്ചൊക്കെ തൊടിക്കലുണ്ടാക്കി
അങ്ങനെ അവിടെ താമസിക്കുകയത് ആദിശകൾ തന്നെ ഭക്ഷണം കൊടുത്ത് സായിപ്പ്മാരെ പോറ്റി ഇരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട് അവർക്ക് താമസിക്കാൻ പറ്റിയത്. അടിയിലേക്ക് വലിയൊരു ത്രോം പോകുന്ന കുഴയില് തരംഗം വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ എങ്ങനെ വലിയ സജ്ജീകരണം ഉണ്ടോ എന്നുള്ള പറ്റി അറിയില്ല. പക്ഷെ ക്വാർട്ടേഴ്സ് ഇപ്പോഴും ഉണ്ട്. ആ ക്വാർട്ടേഴ്സ് കോട്ട ചെറിയൊരു വീട്, ഇതുപോലത്തെ ഒരു വീട് മാത്രം, ഓടിട്ട വീട്. പക്ഷെ അവിടെ ഇന്നും സായിപ്പ്മാരും ലേഡീസ് അവരിലേക്ക് പലരും വരുന്നുണ്ട്, അവിടെ വന്ന് താമസിക്കുന്നുണ്ട്. ഇവിടെ തൊടുക്കിയില് ഞാനും ഒരു ദിവസം പോയിട്ട് അങ്ങനെ ഇവരെ ഓർക്കുന്നതിലേക്ക് കടത്തി വിട്ടിട്ടുണ്ട്, വഴി കാട്ടി കടത്തി വിട്ടിട്ടുണ്ട്. ഈ സായിപ്പ്മാര് ഇപ്പോഴും വരുന്നുണ്ട്. സായിപ്പ്മാര് ഞങ്ങൾക്ക് അന്ന് 200 250 കൂലി വെച്ച് തരും. ഇവര് വഴി മാത്രം കാണിച്ചു കൊടുത്താൽ മതി അപ്പുറത്തെ വീട്ടിലേക്ക്. അത് ആദിവാസികൾക്ക് വഴി അറിയുള്ളൂ. അപ്പം അങ്ങനെ വഴി മാത്രം കാണിച്ച് കൊടുത്താൽ ദിവസം 200 300 വെച്ച് തരുന്നു സായിപ്പ്മാർ. അത് എല്ലാ വർഷവും ഉണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. അത് എല്ലാ വർഷവും വന്ന് താമസിക്കുന്നുണ്ട് അവിടെ. പിന്നെ അതിനടിയിൽ എന്തെങ്കിലും കൊണ്ടുവന്നതിനെ പറ്റി അറിയില്ല. പിന്നെ എൻ്റെ ഒരു നിഗമനം വെച്ച് നോക്കുമ്പോൾ വലിയൊരു മലയുടെ മുകളിൽ ആദിവാസിയുടെ രൂപത്തിൽ ഒരു സ്ത്രീ ഒരു കൊച്ചിനെടുത്തിരിക്കുന്ന ഒരു പാകം ഇങ്ങനെ, പിന്നെ ഭർത്താവ് കോടാലി എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഒരു പാകം. ഇത് രണ്ടും നന്നായിട്ട് കാണുന്ന ഒരു ചിത്രമുണ്ട്. പാറ കൊണ്ട് തന്നെ കൊത്തി വെച്ചിരിക്കുക സായിപ്പ്മാരെ. സായിപ്പ്മാരാണോ ആരാണോ കൊത്തി വെച്ചിട്ട് ആരാണോ പറ്റി ഒരുത്തർക്കും ഒരു പിടുത്തമില്ല. പക്ഷെ ആ ഒരു ഇത് ഉണ്ട്, ശില്പമുണ്ട് അവിടെ വലിയൊരു മലയുടെ മുകളിൽ. അത് കൃത്യമായിട്ട് കാണാം. ആദിവാസികൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ ഉണ്ട്. അതായത് ഒരു വയറുവേദന ഉണ്ടാവുന്നോ എന്നുള്ളൊരു വിശ്വാസമുണ്ട് അവിടെ ചെന്നാൽ. ഇനിയിപ്പോൾ അവിടെ എങ്ങനെ എന്തെങ്കിലേക്ക് വെച്ചുകൊണ്ടോ എന്നുള്ളതും ആർക്കും അറിയില്ല. കാരണം ഇവരുടെ വിശ്വാസം ഇതാണെങ്കിൽ അവർ ആ തീരെ അങ്ങോട്ട് പോകില്ല. വയറുവേദന എടുക്കുന്ന വിശ്വാസമുള്ളത് കൊണ്ട് അതിൻ്റെ പേരേക്ക് ആരും പോകില്ല. പക്ഷെ പോകാവുന്നതേ ഉള്ളൂ, പോകാവുന്ന ദൂരേ ഉള്ളൂ. ഇനിയിപ്പോ സായിപ്പ്മാർക്ക് വല്ല റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സായിപ്പ്മാർ ഇനി അതുപോലുള്ള രാജാക്കന്മാർക്ക് റൂട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇതാണ് ശില്പമാണെന്നുള്ള പറ്റി അറിയില്ല. ഏത് രീതിയിലാണെങ്കിലും സാധനം ഈ മനുഷ്യന്റെ രൂപത്തിൽ തന്നെ തൊടുക്കില്ല, താഴെ തൊടുക്കി കൊടുമനത്തിന്റെ മുകളാണ്, വലിയൊരു മലയുടെ മുകളിൽ. എന്തോ ഒരു അടയാളമാണ് എന്തായാലും. ഒരുപക്ഷെ അവിടെ എങ്ങനെയും പരിശോധിച്ച് നോക്കി ചിലപ്പോൾ ഈ പറയുന്ന പോലെ പെട്ടി എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ സൂക്ഷിച്ച് വെച്ചിരുന്നിരിക്കുക. ഒക്കെ ഗുഹകളൊക്കെ ആയിരുന്നില്ല. പക്ഷെ ഇവർക്ക് മുനി ഉണ്ടെന്നുള്ളൊരു ഭയമുണ്ട് കുറുമ്പാസിന്. മുനി മുനി അതെ. ആ മുനിയുടെ കഥകളൊക്കെ ഉണ്ട്. മുനി എന്നുള്ള പേര് ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ മുനി ഇവിടെ ഉണ്ടായിരുന്നായിട്ട് അറിയില്ല. കഥകളിലൂടെ വരുന്നുണ്ട്. കാട്ടിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഈ പ്രകൃതി തന്നെ ഞങ്ങളോട് പലതും കാണിച്ചു തരുന്നതിനുള്ള തെളിവുകളൊക്കെ ഉണ്ട്. ഒന്നില്ലെങ്കിൽ മരത്തിൻ്റെ ഉണങ്ങിയ കമ്പോ, ഇല്ലെങ്കിൽ പക്ഷി ഈ പെരുമാട്ടി എന്ന് പറയും, പക്ഷി കരയുന്ന ശബ്ദമോ, അത് ഒരു ലിമിറ്റഡിന് അപ്പുറത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അതിനെ മനസ്സിലാക്കിയിരിക്കും. എന്തോ ഒരു സൂചന ഉണ്ട്. അത് സൂചന ഏത് തരത്തിലാണെന്ന് പറ്റി നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്തോ ഒരു അപകടമോ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള സൂചനകളൊക്കെ ഞങ്ങൾക്കുണ്ട്. ഏകദേശം അത് ശരിയും തന്നെ. ഒരു പക്ഷേ ഇല്ലെങ്കിൽ നമ്മൾ വഴി കൂടെ നടക്കുമ്പോൾ ഒരു വന്ന് കോല് തടസ്സം സൃഷ്ടിക്കുന്നതായിട്ടോ, പക്ഷെ നമ്മളത് ഒരു
വിശ്വാസ്യമായിട്ട് എടുക്കുന്നില്ല. കാരണം ഒരു കോവിൽ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരു തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് വിശ്വസിച്ചേ പറ്റൂ എന്നുള്ളതാണ് മറ്റൊരു ഭാഗം. പക്ഷെ അതിൻ്റെയൊക്കെ ഈ തടസ്സം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല അപകടങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നുണ്ട്. ഒന്നിലും പാമ്പിനെ കയറി ചവിട്ടുന്ന രംഗമായിട്ടോ ഏതെങ്കിലുമൊക്കെ ചെറിയൊരു അപകട ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ഭാഗമായിട്ട് നമ്മൾ അത് എൻ്റെ ഒരു അനുഭവമാണത്, വലിയൊരു അനുഭവം. ഞാൻ പലപ്പോഴും അതിന് ചിന്തിച്ചിട്ടുണ്ട്. അതൊക്കെ അത് ഈ പ്രകൃതി തന്നെ നമുക്ക് ചുരുക്കം പറഞ്ഞാൽ കാണിച്ചു തരുന്നുണ്ട്. മരം, പക്ഷി, മൃഗങ്ങൾ തന്നെ കാണിച്ചു തരുന്നു. പക്ഷെ നമ്മളതിനൊന്നും വില കൽപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ല. ആ പാങ്ങളിലേക്ക് ആരും തന്നെ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടായിരിക്കും അതൊരു ഒരു വിശ്വാസം എന്നുള്ള നിലയ്ക്ക് കടന്നു പോവുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ചുരുക്കം പറഞ്ഞാൽ ഇതികളൊക്കെ നമുക്ക് സൂചനകൾ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ഒരു അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ചില കാര്യങ്ങൾ, എല്ലാം ഇല്ല, ചിലതൊക്കെ കാട്ടിലൂടെ പോകുമ്പോൾ എനിക്ക് അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ദിവസം ഞാൻ ഇതുപോലെ തന്നെ ഇത് ചിലപ്പോൾ പെട്ടെന്ന് പലതിൽ നിന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഇതുപോലെ അന്ധവിശ്വാസം പോലെ മറന്നിട്ടൊക്കെ പോകും, വില കൽപ്പിക്കാതെ. ഒരു ദിവസം ഈ രാജവമ്പാലൻ്റെ തൊട്ടടുത്തേക്ക് പോയി, ഇത്ര അടുത്ത് മുഖത്തിൻ്റെ അടുത്ത് പോയിട്ട് ടച്ച് ചെയ്തു വനത്തിനുള്ളിൽ. പക്ഷെ എന്തോ ഭാഗ്യം അത് എണീറ്റ് നിന്നു. അപ്പോഴത്തേക്കും ഞാൻ ഓടി കേസിലായി. പിന്നെ ഒരു ദിവസം പുലി ഇത്ര തൊട്ടടുത്ത് തന്നെ ഞങ്ങളും പുലിയായിട്ട് കണ്ട്. പുലി ഒറ്റ കാർച്ചിൽ ഞങ്ങളെ കണ്ടത്, വാ തുറന്നു. ആ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് ഞങ്ങൾ വിറച്ചു. പിന്നെ ഞങ്ങൾ അനങ്ങിയിട്ടില്ല. അനങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഈ ആദേശികൾ സൂചിപ്പിക്കുന്നത്. അനങ്ങിയാൽ പിടിക്കത്ര. അപ്പം അതുപോലുള്ള അനുഭവങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട് വനത്തിനുള്ളിൽ. രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞാൽ പുലി നമ്മളൊന്നും ചെയ്യില്ല. നമ്മൾ പുലിനെ എന്തെങ്കിലും ഒന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ പുലിനെ കുറ്റം പറയുകയോ തെറ്റിയിരിക്കുകയോ ഇല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കുകയോ ചെയ്യാൻ പാടില്ല. ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ ഉപദ്രവിക്കും. പുലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പുലി പാടിന് മാറിപ്പോയിക്കോളും. നമ്മൾ നമ്മളെ പാടിന് മാറിപ്പോയിക്കൊണ്ടാൽ മതി. പക്ഷെ പുലി നിന്നാൽ നമ്മൾ പുലിയിൽ നിന്നിട്ട് നമ്മളെ കണ്ടെന്ന് വെച്ചോ, നമുക്ക് പിന്നെ അനങ്ങാൻ പറ്റില്ല. അവിടെ നിന്നോളാം നമ്മൾ. അതേസമയത്ത് കരടി അങ്ങനെയല്ല. കരടി കാണുന്നതിന് മുന്നേ നമ്മളെ കണ്ടാൽ കരടി ഒളിച്ചിരിക്കും, നമ്മളെ ഉപദ്രവിക്കും. അതേസമയത്ത് നമ്മൾ ആദ്യം കരടിനെ കാണുകയും കരടി നമ്മളെ കാണാതിരിക്കുകയും ചെയ്താൽ വേണമെങ്കിൽ കാറി പോയിട്ട് ഓടിച്ചു വിടാം, ഓടും. ഇല്ലെങ്കിൽ നമ്മൾ കരടിയെ കണ്ടില്ല, കരടി നമ്മളെ കണ്ടെന്നുള്ളതാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് പെട്ടെന്ന് ഓടി വരും, ഉപദ്രവിക്കും. അതിപ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അത്രയും ആരോഗ്യമുള്ള മനുഷ്യനാണെങ്കിൽ മാത്രം പിടിച്ച് നിൽക്കുള്ളൂ, അവനായിട്ട് ഗുസ്തി കൂടാൻ പറ്റുള്ളൂ. അങ്ങനെ ഗുസ്തി കൂടി രക്ഷപ്പെടുന്നവർ ഇഷ്ടംപോലെ ആദേശങ്ങളുണ്ട്. പക്ഷെ അത്ര ആരോഗ്യമുള്ളവരായിരിക്കണം, ഇല്ലെങ്കിൽ പറ്റില്ല. കടിച്ചു കയറി തിന്നും കരടി, കണ്ണ് കിട്ടടിക്കും ആദ്യം എവിടെയെങ്കിലൊക്കെ. പിന്നെ ഒരു ചിണ്ടെന്ന് പറയുന്നതിൻ്റെ കാല് കിട്ട് കടിച്ചിട്ട് രക്തം കണ്ടിട്ട് പിന്നെ കരടി ഒട്ടും മടിക്കില്ല. കൂടുതലും നമുക്കെതിരെ ആഞ്ഞടിക്കേണ്ടി വരും രക്തം കണ്ടാലേ. അത്രയും ശക്തിയുള്ളവർക്ക് മാത്രമേ അവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പറ്റില്ല. പിന്നെ ചെന്നായി ഉണ്ട്, അതിനെ തീരെ ഉപദ്രവിക്കാൻ പാടില്ല. പിന്നെ പാമ്പ് എന്ന് പറയുന്ന ഒരു ഇനത്തെ അതും ആരും തന്നെ ഒന്നും ചെയ്യാറില്ല. പക്ഷെ പാമ്പിയുടെ മുകളിൽ കയറി പോയിട്ടുള്ളവരും ഉണ്ട്, അറിയാതെ ചിലപ്പോൾ ഒരു തടിയാണെന്നുള്ള രീതിയിൽ ചവിട്ടിയിട്ട് പോയിട്ടുള്ളവരുണ്ട്. പിന്നെ ഏകദേശം ഒരു ചവിട്ടിയെന്ന രീതിയിൽ പോയതിന് ശേഷമായിരിക്കും ഏകദേശം ഒരു മിനിറ്റിൻ്റെ ഉള്ളിലായിരിക്കും പാമ്പ് പിടയുന്നത്. അപ്പോഴായിരിക്കും പാമ്പ് എന്നുള്ള രീതിയിൽ കാണുന്നത്. അങ്ങനെ എത്ര അനുഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വലിയൊരു മരത്തിൻ്റെ മുട്ടിയായിരിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കും കടന്നത്. അപ്പം നമ്മൾ കാര്യം വളരെ ശ്രദ്ധിക്കില്ലല്ലോ, വനമല്ലേ, ചവിട്ടിയിട്ടൊക്കെ പോവും. അപ്പം അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ അത് എന്നുമില്ല. ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ ആ ഒരു സംഭവം അതുപോലെ ചവിട്ടി പോയെങ്കിലുള്ളൂ. എല്ലാവരും ചവിട്ടുമില്ല, അല്ലെങ്കിൽ എല്ലാവരും കാണുമില്ല.
കാട്ടിലുണ്ടെന്ന് വെച്ചിട്ട് ഒരു മൃഗത്തെ നമ്മൾ പെട്ടെന്ന് കാണുകയും ഉപദ്രവിക്കുകയും അങ്ങനെയുള്ള ഒരു ഒന്നും തന്നെ ഇല്ല. ഒരു ഇതില്ല. കൊടും വനത്തിലാകേണ്ട ഹൈറ്റുള്ള മരങ്ങളുടെ ഇടയിൽ കിഴങ്ങ് മാന്തി തിന്നുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് കാറ്റും മഴയത്ത് പോലും ഒരു മരം വീണിട്ടും ആദിശം മരിച്ചെന്നുള്ള ഒരു ചരിത്രം ഇന്ന് വരെയും കേട്ടിട്ടില്ല. കാരണം അതൊരു പ്രകൃതി ബന്ധമായിട്ടുള്ളൊരു ഇതാണ്. അതേസമയം നാട്ടിൻ പുറത്ത് തേങ്ങ വീണു മരിച്ചെന്നുള്ള ഇത് ഒരുപാട് കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ കണ്ട കൊടും വനത്തിൽ ഈ അത്രയും കാറ്റും മഴ പെയ്യുമ്പോഴും ഒരു മരം വീണു ഒരു ആദിശം മരിച്ചെന്നുള്ള ഒരു ഇത് ഞാൻ ഇന്നവരെ കേട്ടിട്ടില്ല. എന്നാലും തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷെ പുലിയായിട്ട് കണ്ടിരിക്കും. അപ്പോഴും പുലിയായിട്ട് ഉപദ്രവിക്കില്ല, ഇല്ല ആനയായിട്ടും. ഇതിനൊക്കെ താരതമ്യപ്പെടുത്തി സൈഡ് മാറിയിട്ടൊക്കെയാണ് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും ഉണ്ട്. ഇന്നും ജീവിക്കുന്നവരും ഉണ്ട്. അങ്ങനെ ഒരു പ്രശ്നമല്ല. ബന്ധപ്പെട്ട് അത് അവരായിട്ടൊക്കെ ബന്ധമുണ്ട്. ഇവർക്ക് നമുക്കുണ്ട്. തോടാസുണ്ട്. അങ്ങനെ പല ആദിവാസികളുണ്ട്. പക്ഷെ കാലക്രമണം വന്നപ്പോഴത്തേക്ക് അത് ഭാഷയുടെ അടിസ്ഥാനത്തിലും ജാതിയുടെ അടിസ്ഥാനത്തിലേക്ക് മാറി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറുമ്പ എന്ന് പറയുന്നത് അതൊരു ജാതിയല്ല, അതൊരു പേരായിരുന്നു. മുടുക എന്ന് പറയുന്ന അതൊരു ജാതിയല്ല, അതൊരു പേരായിരുന്നു. പക്ഷെ ഈ പേരുകളൊക്കെ തന്നെ ജാതിയാക്കി ഗവൺമെന്റ് രേഖയിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് ജാതിയായി ചിഹ്നഭിന്നമാക്കി എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾ ജാതി എന്ന് പറയില്ലല്ലോ. ഞങ്ങൾക്ക് ആ ഒരു കൾച്ചർ ഇല്ല. ഇന്ന ജാതിയാണ് ഇന്ന ജാതിയാണ് എന്നൊക്കെ ഞങ്ങൾ അങ്ങനെ പറയാറില്ല. കാരണം ഞങ്ങൾക്ക് ജാതി ഇല്ല. ഞങ്ങൾ ഒരേ ജാതി തന്നെ. പിന്നെ ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ഒരുപാട് വിശാലമായിട്ടുള്ളൊരു സംസ്കാരമല്ല. മരത്തോടും മൃഗങ്ങളോടും പക്ഷി ഇതുപോലെ പ്രകൃതിക്കൊത്ത ജന്തുജാലങ്ങളിൽ ബന്ധപ്പെട്ടുള്ള സംസ്കാരത്തിന് അപ്പുറത്തേക്ക് ഉള്ള സംസ്കാരം ഞങ്ങൾക്കില്ലല്ലോ. ഒരുപാട് ചിന്തിക്കേണ്ടതിലേക്ക് ഒരുപാട് അകലിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇതിപ്പോൾ ഒരുപാട് ചിന്തിക്കാനും ഇല്ല. വളരെ കുറച്ച് മാത്രം സംസാരിച്ചാൽ മതി, വളരെ കുറച്ച് മാത്രം ചിന്തിച്ചാൽ മതി, വളരെ കുറച്ച് മാത്രം സഞ്ചരിച്ചാൽ മതി, പോയാൽ മതി. ആ തിന്നാനും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഒരുപാട് അകന്ന് പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഈ അങ്ങനെയുള്ളൊരു സംസ്കാരമാണ് ഈ ആദിവാസികളുടെ. മലേക്കറാർ എന്ന് പറഞ്ഞാൽ ബഡുകാരൻ. ഈ ബഡുകാരെന്ന് പറഞ്ഞാല് ഈ മടിയന്മാര്. ഈ മടിയന്മാര് ഈ റാഗി ചാമ ഈ ചെളിയിൽ അധ്വാനിക്ക് പറ്റാത്തവരാണ്. റാഗി ചാമ ഉണ്ടാക്കാൻ അറിയില്ല. അപ്പൊ ഈ കുറുമ്പാസികള് റാഗി ചാമ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ മാന്തിയിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു തിന്നാൻ മാത്രമേ ഈ ബഡുകാസിനെ അറിയുള്ളൂ. അതിനുവേണ്ടി നിൽക്കുന്നവരാണ് അവര്. ഈ നോണ പറയുക, എന്നിട്ട് എന്തെങ്കിലും കഥകൾ എന്തെങ്കിലും ഒന്ന് പറയുക, എന്നിട്ട് ഇത് വന്ന് ഓസിക്ക് വാങ്ങിക്കുക. അതിനെയാണ് ഈ ബഡുക എന്നുള്ളൊരു പേര്, ബഡുകാരൻ എന്ന് പറയും. പിന്നെ ഈ കൈത്തണ്ട്, കാൽത്തണ്ട്, മിച്ചി ഈ സാധനങ്ങളൊക്കെ വടിക്കുക. ഈ അതായത് എന്താ പറയുക, ഈ പണി ഇതില്ലേ കൈക്കോട്ടി ഇതൊക്കെയുള്ള കരുവനില്ലേ, ഈ കരുവൻ അതന്നെ. ഈ കരുവൻ എന്തൊക്കെ പണിയുണ്ടായെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ബഡുകനും ഒരു പണിയുണ്ടായിരുന്നു. അവൻ്റെ കരുവനായിട്ടുള്ള ഒരു പണിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ബഡുക എന്നുള്ളൊരു പേര് വെച്ചത്. അത് ബഡുക എന്നുള്ള പേരാണത്, അത് ജാതിയില്ല. ഓരോരുത്തരുടെ പേരിനെയാണ് ഈ ജാതികളൊക്കെ ആക്കി മാറ്റിയിരിക്കുന്നത്. എല്ലാം അല്ല, ഒരു സമയത്ത് മുടുകര ഉണ്ടായിരുന്നില്ല, കുറുമ്പര ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഇത് വരുന്നില്ല. ഒരു സമയത്ത് മനുഷ്യരെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഇപ്പൊ ബഡുകര ഉണ്ടായിരുന്നു, മുടുക ഉണ്ടായിരുന്നു, കുറുമ്പാസ് ഉണ്ടായിരുന്നു, ഉല്ലാസ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഒരു ഇത് വകം തിരിവായിട്ടുള്ള ഒരു ഇത് വരുന്നില്ല. മനുഷ്യരുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഈ മനുഷ്യർക്ക് പേര് ഉന്നയിച്ചതാണ് ഈ ജാതിയായിട്ട് മാറിപ്പോയത്.
ഞാൻ പറഞ്ഞില്ലേ ഒരു സങ്കല്പത്തിലൂടെ മുടുക വിഭാഗത്തിന് മുടി നീണ്ടിരുന്നപ്പോൾ ഞാൻ ആദിവാസി ഭാഷയിലാണെങ്കിൽ അത് മുടി കെട്ടുറാതെന്ന് പറയും. അപ്പോൾ ഈ മുടി കെട്ടുന്നതിനെയാണ് ഈ മുടുകൻ എന്ന് ഉള്ളൊരു ഇത്, അതൊരു പേരാണ്. അപ്പോൾ കുറുമ്പാസ് കുറുമ്പ് കാണിക്കുന്നത് കൊണ്ട് കുറുമ്പൻ എന്നുള്ള പേര് ആയി. വടുകാശിനി മടിയനായതുകൊണ്ട് വടുക എന്നുള്ള പേര് കൊടുത്തു. ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. ആ പേര് അതൊരു ജാതിയായി മാറി എന്നുള്ളതേ ഉള്ളൂ. ജാതി ഒരിക്കലും പേരായിട്ട് വരുന്നില്ല. അതായത് ഇപ്പോ ദുണ്ടൂര് അതൊരു സങ്കല്പത്തിൻ്റെമാണ്. അപ്പോൾ കാരിയത് കൊണ്ടാണ് കാര്യ എന്നുള്ള പേര്, അത് സാധിച്ചത് കൊണ്ടാണ് അത്ര കാര്യ എന്നുള്ള പേര് വന്നത്. അത് സങ്കല്പനമാണ്, അത് വെറും തമാസ മാത്രമാണ്. അപ്പൊ മുടുകാസ് എന്ന് പറയുമ്പോൾ നടുത്തുണ്ട് വീണത് കൊണ്ടാണ് ദുണ്ടൂര് എന്നുള്ള പേര് വന്നത്. അത് പാമ്പിന്റെ അതൊരു സങ്കല്പനം മാത്രമാണ്. അത് യഥാർത്ഥ്യമല്ല. അത് ഈ കുട്ടികളെ, ഈ ചെറിയ കുട്ടികളെ കരയാതിരിക്കുന്നതിന് വേണ്ടി ചില തന്ത്രങ്ങൾ എടുത്തതെന്ന് മാത്രം. പറഞ്ഞു കൊടുക്കുക, ഒരു കഥ പോലെ പറഞ്ഞു കൊടുക്കാൻ ഒരു ഇത് വേണമല്ലോ, രസമാണല്ലോ. അപ്പൊ കരയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു പുതിയൊരു ഇത് രസതന്ത്രം ഉപയോഗിച്ചെന്നുള്ളതുള്ള അതൊരു ചരിത്രമല്ല. പോകത്തെ നമ്മൾ എന്തിനാണ് ഒരു പൊട്ട് തൊടുന്നത്? അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു പാവം വെച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ ഇത്രയും ഊരായത് ജനസംഖ്യ കൂടുന്നതോറും ഊരുകൾ വർദ്ധിക്കുക എന്നുള്ളതല്ലാതെ മറ്റു ഊരില്ലല്ലോ. അന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ 7 or 5 ഊരുകൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ആ ഊര് ജനസംഖ്യയുടെ ഭാഗമായിട്ട് ഈ വിശാലമായിട്ട് പല ഭാഗങ്ങളിലേക്ക് താമസിക്കാൻ പോയി ഊരായിട്ട് വന്നു എന്നുള്ളതല്ലാതെ ഒരു കാലത്ത് ഊരില്ലായിരുന്നു. ഇവർക്ക് എങ്ങോട്ട് പോകേണ്ടതായിട്ട് അറിയില്ല. മണ്ണാർക്കാട് ഉണ്ടെന്നോ കോറക്കുന്തമുണ്ടെന്നോ ഊട്ടുണ്ടെന്നോ ഇവർക്ക് അറിയില്ലല്ലോ. വനത്തിൻ്റെ സെൻറ്ററല്ലേ ഇവർ താമസിക്കുന്നത്. ഇവർക്ക് കിഴങ്ങുണ്ട്, മൃഗമുണ്ട്, പുലിയുണ്ടെന്നുള്ളതല്ലാതെ ഇവർക്ക് ഇത് അറിയുന്നല്ലാതെ ഇങ്ങനെ മനുഷ്യരുണ്ടാകുമ്പോൾ പോലും ഇവർക്കും അറിയില്ല. പിന്നെ എന്തിനാണ് ഈ പൊട്ടുകുത്തുന്നത്? അപ്പോൾ പൊട്ടുകുത്തേണ്ട ആവശ്യം എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. പൊട്ടെന്ന് പറഞ്ഞ സാധനം അവർ തമിഴ് കൾച്ചറിൽ നിന്ന് ഇങ്ങോട്ട് വന്നൊരു സാധനം ഇറക്കുമതിയായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ അതുകൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ ആദ്യം പൊട്ട് എന്നുള്ളൊരു സാധനം വന്നപ്പോൾ ഇവർ കണ്ടെത്തിയ സാധനമാണ് ഈ ഒരു കാട്ടുപൊട്ട്. മരത്തിൽ നിന്നുള്ള പൊട്ട് കുത്തൻ ഇവർ തുടക്കം കുറിക്കുന്നത് എന്നാണ് ഞാൻ കാണുന്നത്. കാരണം രണ്ടാമത് ഇവർ ആദ്യം തന്ന ഒരു സാധനം പൊട്ട് ഇല്ലാതെ നഷ്ടപ്പെട്ടപ്പോൾ രണ്ടാമത് പൊട്ട് കിട്ടാനില്ലല്ലോ. കാരണം ഇത്ര കിലോമീറ്ററുകൾ ചിലപ്പോൾ വേണ്ടിയിട്ട് വരും. അപ്പോൾ കിട്ടാതെ വന്നപ്പോൾ മരത്തിലേക്ക് കൊത്തിയിട്ട് ആ പൊട്ട് സ്വയം എടുത്ത് കുത്തുന്നു എന്നുള്ളതല്ലാതെ അതിങ്ങനെ വന്നൊരു സാധനമാണത്. അല്ലാതെ ഈ സാധനം ഈ പൊട്ട് കുത്തിയിട്ട് എങ്ങോട്ട് പോകാനില്ലാത്ത നമ്മൾ പൊട്ട് കുത്തിയ കൊണ്ട് എന്താ കാര്യം? എന്താ ഭാഷ? എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പിന്നെ വന്നതാണ് കാര. ദുണ്ടൂരിൽ നിന്നുള്ള ആളുകൾ കാരയ്ക്ക് പോയി കാരയായി. ദുണ്ടൂരിൽ നിന്നുള്ള ആളുകൾ ചിറ്റൂർ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്, അവർ ചിറ്റൂർക്കാരായി. ഇത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഓരോ വീടുകൾ വെച്ച് 2 വീടായി 10 വീടായി അത് ഊരായിട്ട് മാറി. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ദുണ്ടൂര് ഊരായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ പറഞ്ഞില്ല മാഷെ. എൻ്റെ അച്ഛൻ, എൻ്റെ വലിയച്ഛൻ ആണ് ആദ്യമായിട്ടും ദുണ്ടൂരിലേക്ക് പോകുന്നത്, ഊരായിട്ട് സ്ഥാപിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കുറുമ്പാസായിരുന്നു. അപ്പോൾ ദുണ്ടൂരിലേക്ക് ചെന്നു. ആദ്യം ചെന്നവനാണ് മണ്ണുകാരൻ. അപ്പോൾ ആ മണ്ണിൻ്റെ ഉടമസ്ഥനാണ് ഈ മണ്ണുകാരൻ. ആ മണ്ണുകാരൻ ഞാനാണ്. മണ്ണുകാരൻ ഇപ്പോഴത്തെ മണ്ണുകാരൻ ഞാനാണ്. ഇതിന് മുന്നേ വലിയച്ഛനായിരുന്നു എനിക്കറിയാം. അപ്പോൾ പിന്നെ ഊരുമൂപ്പൻ എന്ന് പറയുന്നത് പുറത്തുനിന്ന് വേറെ ഏതോ ഒരു ഊരിൽ നിന്ന് വന്ന ഒരു വ്യക്തിക്കാണ് മൂപ്പൻ സ്ഥാനം കൊടുക്കുന്നത്. ജമ്മി മണ്ണക്കാരൻ തന്നെ. അപ്പം അങ്ങനെ ഒരു ഊരിൽ നിന്ന് തന്നെ പല ഊരുകളിലേക്ക് അല്ലെങ്കിൽ പല സ്ഥലത്തേക്ക് പോയിട്ട് ഇതിപ്പോൾ ഉദാഹരണത്തിന് കടുമണ്ണ് ഊരെന്ന് പറയുന്ന ഒരു 50 കോളനി ഉണ്ടായിരുന്നു, ഊരുണ്ടായിരുന്നു, വീടുകൾ. ഇന്നിപ്പോൾ അത് 30 വീടേ ഉള്ളൂ.
ബാക്കിയുള്ള വീട്ടുകാരൊക്കെ തന്നെ വേറെ പല പാങ്ങളിലേക്ക് പോയി കാടും വെട്ടി ജീവിക്കുന്നുണ്ട്. എന്നാൽ ആ സ്ഥലങ്ങളിൽ ഇന്നിപ്പോൾ ഊരായിട്ട് മാറിയിരിക്കുന്നു. ജനസംഖ്യ കൂടുന്തോറും അത് ഊരുകളും വർദ്ധിച്ചു. ഒരു കാലത്ത് ജനസംഖ്യ വളരെ കുറവായിരുന്നു, ഊരും കുറവായിരുന്നു. നമ്മുടെ ബന്ധുക്കൾ അവിടെ ഉണ്ട്, അവരോട് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. എങ്കിലേ കൃത്യമായിട്ട് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടില്ല. നിന്ന് ആണോ അവരുടെ കൾച്ചർ ആയിട്ട് മാറിയത്, അതോ അവരുടെ കൾച്ചറിൽ നിന്നാണോ ഇവരുടെ കൾച്ചറായിട്ട് മാറിയത് എന്നുള്ള ശരിയായ ഒരു അന്വേഷണം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. അത് അങ്ങോട്ട് പോയെങ്കിലേ പറ്റുള്ളൂ. ഞാൻ അതാ പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു ബന്ധമുള്ളത് കൊണ്ട് അങ്ങോട്ടുകൂടെ പോകേണ്ടതായിട്ട് വരും. കാരണം ഭൂരിപക്ഷം ജനങ്ങൾ ഇന്നിപ്പോൾ അവരുടെ ഇടയിലുണ്ട്, ബഡഗാസ് ആളുകളുടെ ഇടയിലുണ്ട്. എനിക്ക് തോന്നുന്നത് അവര് ഞങ്ങളെ ചേട്ടൻ എന്നാണ് വിളിക്കുക. ചേട്ടൻ എന്ന് പറയുമ്പോൾ അവൻ അനിയനാണ്. അപ്പൊ ആദ്യത്തവനാണല്ലോ ഇവൻ. അപ്പൊ ഇവന്റെ കൾച്ചറാണ് അതും, ഇവന്റെ കൾച്ചറിൽ നിന്നാണ് അവന്റെ കൾച്ചർ ഉണ്ടായത് എന്നാണ് തോന്നുന്നത്. ചേട്ടൻ എന്നുള്ള വിളി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ചേട്ടൻ എന്നുള്ളൊരു അവൻ വന്ന ഉടനെ കാല് കുമ്പിട്ട് കൈ കൊണ്ട് തൊഴും. ചേട്ടൻ്റെ കാല് തൊഴുതിട്ട് അവൻ കാല് കഴുകിയിട്ട് അകത്തേക്ക് കയറുള്ളൂ. അത്രയും ഒരു ഇതുണ്ടായിരുന്നു, ചിട്ട. അപ്പം അതെന്തായാലും യഥാർത്ഥത്തെ പറ്റി അന്വേഷിക്കുകയാണെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം നമ്മൾ അന്വേഷിക്കണം. അതിന് എപ്പോൾ വേണമെങ്കിലും പോകാം.